വിഘടിത വിരോധികളുടെ അല്ലാമലകൾ കുലുക്കുമാർ ഉച്ചയിൽ ഉദ്ഘോഷിച്ച മുഹമ്മദ് രാമതലി സദസ്സിന് ധന്യമാകുന്നു. അധ്യക്ഷന്റെ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. കൂട്ടായ്മ രാമതലി പ്രസിദ്ധീകരിച്ച മുഹമ്മദ് രാമതലിയുടെ 10 വരിയും സുന്നി സമ്മേളനം LCD DVD സഹിതം സദസ്സിൽ ലഭ്യമാണ്. പ്രവർത്തകർ കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. المدد المدد المدد. വന്യരായ തങ്ങളവർകൾ ഈ നാട്ടിലെയും പരിസരത്തെയും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മനിരതരും കർമ്മോത്സുകരുമായ പ്രവർത്തകന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി സധീരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SKSS. ധർമ്മവിപ്ലവത്തിന്റെ പാതയിൽ സമൂഹത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആത്മീയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSS. ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മീയ കച്ചവടങ്ങളിൽ അഭിരമിക്കുന്നവർ എന്നല്ല അർത്ഥം. ആത്മീയ കച്ചവടങ്ങളിൽ അഭിരമിക്കുന്നവർക്കെതിരെ സമരരംഗത്ത് പോരാട്ടവുമായി മുന്നേറുമ്പോൾ തന്നെ തന്നിലേക്ക് തന്നെ തിരിച്ചു വന്ന് തന്റെ സ്വശരീരത്തെയും തന്റെ കുടുംബത്തെയും സമൂഹത്തെയും സത്യത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താനും തിന്മകളോട് സമരസപ്പെടാതെ ശക്തമായ പോരാട്ടം നടത്താനും കഴിയുന്ന സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് ആത്മീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ. തിരിച്ച് ആത്മീയതയുടെ പേര് പറഞ്ഞ് അനാചാരങ്ങളുടെ കുത്തൊഴുക്കിലേക്ക് സമൂഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി തങ്ങളുടെ ലക്ഷ്യത്തിന് അനിവാര്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പാശ്ചാത്തലങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളെ പുതിയ മുഖങ്ങളുണ്ടാക്കി ആർക്കും തിരിയാത്ത ചില വാദങ്ങളും പേരുകളും കൊടുത്ത് ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സന്നദ്ധ സംഘങ്ങളാണ്, അത് ആത്മീയ പ്രസ്ഥാനങ്ങളാണ്, അതിന് ഞങ്ങൾ അൽ ഇസാബ എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാംസ്കാരിക ഭൂമികയിലല്ല SKSS പ്രവർത്തിക്കുന്നത്. ഇത് പറയാൻ എന്തുകൊണ്ടും കേരളത്തിൽ പലർക്കുമൊപ്പം നിന്ന് സംസാരിക്കുമ്പോഴും ഏറ്റവും അർഹതയുള്ള ആൾ ധാർമ്മികമായി ഞാൻ തന്നെയായിരിക്കും. ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെയും ഉള്ളറകളെ തൊട്ടറിഞ്ഞുകൊണ്ട് ഇതിൽ ആത്മീയതയുണ്ടോ, ഇതിൽ ആത്മീയതയില്ലേ, നല്ലതേത് തീയതേത് എന്ന് തിരിച്ചറിയാനുള്ള ബോധവും അന്വേഷണവും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയ സത്യങ്ങളും മുന്നിൽ കിടക്കുമ്പോ എനിക്കത് ആധികാരികമായി പറയാൻ സാധിക്കും. താനൂരിലെ പാവപ്പെട്ട മുസ്ലിങ്ങളിലെ സുന്നികളിലെ പാവപ്പെട്ട SSFകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരോട് ഇതാണ് സത്യമെന്ന് പറഞ്ഞ് ചിലർ പാടിപ്പഠിപ്പിച്ചു കൊടുത്തത് അത് സത്യമാണെന്ന് കരുതിയിട്ട് ചിലർ ഞങ്ങളാണ് സത്യമെന്ന് കരുതിയിട്ട് പലതും വിളിച്ചു കൂവുമ്പോ അവർ സ്വയം അറിയാതെ മറന്നുപോയ ചില സത്യങ്ങളുണ്ട്.
എന്തിനാണ് സമസ്ത രൂപീകരിച്ചതെന്ന് ഈ താനൂരിലെ ഇസ്ലാഹിന്റെ ഇതിന്റെ തൊട്ടടുത്തുള്ള ഇസ്ലാഹിന്റെ മുറ്റത്ത് നിന്ന് പരിസരത്ത് നിന്ന് പറയാൻ നമുക്കേറെ ചാരിതാർത്ഥ്യമുള്ള സമസ്തയുടെ സ്ഥാപക ലക്ഷ്യത്തിൽ നിന്ന് പോലും പിന്നോട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അഭിരമിക്കുന്നവരാണ് ഇന്ന്. ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് ആത്മീയ പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സ്വഹാബത്തിന്റെയും മുൻഗാമികളുടെയും വഴിയുള്ള ത്യാഗസന്നദ്ധരായ പ്രവർത്തകരെ സൃഷ്ടിച്ചെടുക്കാനുള്ള വേദിയാണെന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ പുതിയ അൽ-ഇസാബ ഈ കാലഘട്ടത്തിൽ കേരളത്തെ പിടിച്ചുകുലുക്കി പലപ്പോഴും കടന്നുപോയ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അവസാനത്തെ കണ്ണിയാണെന്ന് പറയാനും ആധികാരികമായി എനിക്ക് സാധിക്കും. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തെ ആക്രമിക്കാൻ ആരോ വരുന്നുവെന്ന് വെറുതെ വിളിച്ചു പോകിയ ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സേന ഉണ്ടാക്കിയിരുന്നു. ആ സേനയുടെ പേര് പണ്ഡിത സംരക്ഷണ സമിതി, ഉലമാ സംരക്ഷണ സമിതി എന്നാണ് ആദ്യം അതിന് പേര് കൊടുത്തത്, വളരെ മുമ്പ്. എന്നിട്ടത് കോഴിക്കോടുള്ള ടൗൺ ഹാളിൽ അതിന്റെ പേരിൽ യോഗം ചേർന്നു. അല്പം മാസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ അത് കാരന്തൂർ മർക്കസിലേക്ക് മാറ്റി, അതിന്റെ പേര് മാറ്റി. അതിനുശേഷം വന്നത് അതിന്റെ പേര് ക്രസന്റ് വളണ്ടിയർ കോർ അഥവാ CVC എന്നായിരുന്നു. ഈ ക്രസന്റ് വളണ്ടിയർ കോർ അല്പം കഴിഞ്ഞപ്പോ അതിനോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് തോന്നിക്കാൻ വേണ്ടി ഇസ്ലാമിക് ചാരിറ്റി എന്ന പേരിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി പ്രവർത്തിച്ചു. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തൊരു ഓഫീസ് തുറന്നു. അതിനുശേഷം ഈ സംഘടനയുടെ പേര് പിന്നെ പച്ചയായി മാറ്റി. ശ്രീലങ്കയിലെ തമിഴ് തീവ്രവാദികൾ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പേരിട്ടു. ഈ ഫോഴ്സുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ഒരുപക്ഷെ താനൂരിലെ സാധാരണക്കാരായ SSFകാർ പറയും ഞങ്ങളെ സംഘടനയുമായി അതിനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞേ. പക്ഷേ നിങ്ങൾ പറഞ്ഞാലും സുന്നി ടൈഗർ ഫോഴ്സ് എന്ന സംഘടനയുണ്ടാക്കുന്ന ആദ്യത്തെ ദിവസം മർക്കസ് ആർട്സ് കോളേജിൽ അതിന്റെ ആദ്യത്തെ യോഗം ചേരാൻ നിങ്ങളുടെ കാന്തപുരം യോഗം വിളിച്ചപ്പോ അതിന്റെ ബോർഡ് എഴുതി വെച്ചാണ് ഞാൻ. അത് നിഷേധിക്കാൻ താനൂരിലെ സാധാരണക്കാർക്ക് ഒരുപക്ഷെ SSFകാർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വസ്തുതയാണ്. ഇത് എന്റെ കുറ്റമല്ല. പ്രീ ഡിഗ്രി പ്രായത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുവന്നു, അഥവാ ഇവിടുത്തെ SSFകാരെ പോലെയുള്ള ആ പ്രായത്തിൽ പക്വതയുടെ പരിപക്വതയുടെ അടുത്തേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ മനസ്സുകളെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് ഇത്തരം സംഘടനകൾ ഉണ്ടാക്കിച്ചതിന്റെ പിന്നിലെ ഒന്നാമത്തെ കക്ഷി, ഒന്നാമത്തെ പ്രതി, ഒന്നാം പ്രതി സാക്ഷാൽ ശ്രീമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം തന്നെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് വന്നു. കേരളം മുഴുവൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ നടന്നു. ഈ വ്യാപനത്തിനിടയിൽ കേരളത്തിലെ മതകീയ അന്തരീക്ഷങ്ങൾ മാത്രമല്ല, വിദഗ്ധകാരോട് ആദർശപരമായ ഏറ്റുമുട്ടലുകൾ നടത്താനെന്ന പേരിൽ ഒരുപാട് വേദികളിലേക്ക് പോകാൻ കാരാട്ടയും കുംഫുമൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ 7th ചാമ്പർ വരെ കുംഫു അല്ല കരംഫു എന്ന പേരിൽ ഒരു മാർഷൽ ആർട്ട് പഠിപ്പിച്ചു. അത് പഠിച്ചാളാ ഞാൻ. എന്നെയും പഠിപ്പിച്ചത് മർക്കസ് തന്നെ പഠിപ്പിച്ചത്. എന്റെ കൂടെ അന്ന് പഠിച്ച ഒരാളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒളവട്ടൂർ സംവാദ വ്യവസ്ഥയിൽ ഒട്ടുകരയിൽ ഒരു ഹംസയെ കേട്ടു. ആ ഹംസ എന്റെ കൂടെ ഈ ക്ലാസ് പഠിച്ചു മർക്കസിൽ പഠിച്ചു. അങ്ങനെ ഗുണ്ടായുസത്തിന് വേണ്ടി കാരന്തൂർ മർക്കസിൽ നിന്ന് 1 കിലോമീറ്റർ പുറത്തുള്ള കാരന്തൂരിലായിരുന്നു ഇതിന്റെ ക്യാമ്പും കോച്ചിങ് ക്ലാസുകളും നടന്നു. മാർഷൽ ആർട്ട് ആയതുകൊണ്ട് ഗവൺമെന്റിന് നിരോധിക്കാനും പറ്റാത്തതുകൊണ്ട് അത് വർഷങ്ങളോളം നടന്നു വന്നു. ഇങ്ങനെ ഒരു ഗുണ്ടാ സംഘത്തെ വളർത്താനും അക്രമികൾക്കൊപ്പം നിന്ന് അക്രമത്തിന് പ്രേരണ നൽകുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ശ്രമങ്ങൾ വളരെ ജുഗുപ്സാവഹമായ മുന്നേറ്റങ്ങളായിരുന്നു അതിന്റെ പേരിൽ നടത്തിയത്. മഹല്ലുകളിൽ പള്ളി മദ്രസകൾക്കിടയിൽ പോയി ഭിന്നതകൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന ഇന്നലകൾ ഓർമ്മിച്ചെടുക്കുമ്പോ മദ്രസകൾക്കിടയിൽ ഇടച്ചുമരുകൾ സൃഷ്ടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും പലപ്പോഴും നേതൃത്വം നൽകിയത് ഈ സംഘം. മുഹീദ്ദീൻ പള്ളി സുന്നികളിൽ നിന്ന് മുജാഹിദ് പിടിച്ചെടുത്തതാണ്. നമ്മൾ ഇന്നും ആവശ്യപ്പെടുന്നു സുന്നികളുടെ പള്ളി സുന്നികൾക്ക് തിരിച്ചു നൽകണം. അതിന് സമസ്തയും ബന്ധപ്പെട്ട സംഘടനകളും പലപ്പോഴും കേസ് നടത്തി.
പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരെ മുഹീദ്ദീൻ പള്ളിയിലേക്ക് പറഞ്ഞയച്ചത് അതിന്റെ പേരിൽ അവിടെ കലാപങ്ങൾ സൃഷ്ടിച്ച ഇന്നലകൾ മറക്കാൻ കാന്തപുരത്തിന് കഴിയില്ല. ബിദ്അത്തുകാരോട് ഞങ്ങൾക്കൊരു സ്നേഹവുമില്ലെന്ന് മാത്രമല്ല, കാന്തപുരം പറയുന്ന പൊയ്മുഖമല്ല ബിദ്അത്തിനെതിരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ചില ബിദ്അത്തുകാർ പറയാറുണ്ട്, രാമന്തളി ഇപ്പൊ ഞങ്ങൾക്കെതിരൊന്നും പറയാൻ സാധ്യതയില്ല, കാന്തപുരത്തിനെതിരെ മാത്രമേ പറയുള്ളൂ. എന്നാൽ ഞാനൊന്നും എന്റെ പഴയകാല ബിദ്അത്തികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ നമ്മൾ പാവങ്ങളാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏകദേശം ഞാൻ വന്നപ്പോൾ 40 ലക്ഷങ്ങൾ എനിക്ക് തന്നെങ്കിലും ഈ സംഘടനയുടെ കീഴിലൊന്നുമില്ല, പാവങ്ങളാണ്. ഒരു പരിപാടി നടത്തണമെങ്കിൽ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദീനിനെ സംരക്ഷിക്കാൻ, ദീനീ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ പാങ്ങിൽ ഉസ്താദ് തുടങ്ങിവെച്ച സമരം ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആ ദൗത്യം, പാങ്ങിൽ ഉസ്താദിന്റെ ആ ദൗത്യം നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരമാവധി കഴിയുന്നത്ര മാക്സിമം കൊടുക്കുക. ഏറ്റവും ചെറുതല്ല, വലുതന്നെ കൊടുക്കുക. അങ്ങനെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ സമൂഹത്തിനിടയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കാന്തപുരത്തെ അയാളുടെ പൊയ്മുഖം തുറന്നു കാണിച്ചു തുടങ്ങിയപ്പോ ബിദ്അത്തുകാർക്കൊരു സംശയം, രാമതലീന് മുജാഹിദിനെ പറയില്ല. വെറുതെ അങ്ങനെ ധരിക്കണ്ട, ഇൻഷാ അല്ലാഹ് അടുത്ത് സുപ്രഭാതം വരാൻ പോകാം. അതിന്റെ ഇടയിൽ തന്നെ ഒരു ആദർശ പ്രഭാതം കൂടി വരുന്നത്. അങ്ങനെ ഒരു മാസിക ഹസൻ സഖാഫി പൂക്കോട്ട് ഒരു എഡിറ്ററായിട്ട് ഒരു മാസിക വരുന്നത്. മുജീബ് ഫൈസി പൂലോട് ഒരു എഡിറ്ററാണ്, വിനീതനായ ഞാൻ. അങ്ങനെ ഒരു മാസിക വരുന്നത്. അതിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് പേജ് വെച്ചു. അല്ലാതെയും ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെതിരുണ്ട്. പക്ഷെ ഒന്ന് പറയാനുണ്ട്, ഒരു സങ്കടം. ഇത്രയും കാലം ഞാൻ മുജാഹിദിനെതിരെ പറഞ്ഞിരുന്നത് അർദ്ധവഹാബികളുടെ കൂടെ നിന്നാണല്ലോ എന്ന സങ്കടമില്ല. ഇപ്പൊ ഞാൻ യഥാർത്ഥ സുന്നിന്റെ കൂടെ നിന്നിട്ട് വഹാബിസത്തിനെതിരെ, ബിദ്അത്തിനെതിരെ, അർദ്ധവഹാബിസത്തിനെതിരെ കൂടി പറയുന്നു എന്ന് മാത്രം, അത്രമാത്രം വ്യത്യാസം. അങ്ങനെ ബിദ്അത്തുകാരോട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങൾ അവർക്കെതിരെ സമരങ്ങൾ ഒരുക്കിയ പ്രസ്ഥാനത്തിന്റെ പിന്തുറയിലെ പ്രവർത്തകരാണ്. ഇവിടെ SKSSF ഉണ്ടാക്കിയ സമരങ്ങൾ, SKSSF നടത്തിയ പ്രവർത്തനങ്ങൾ എത്ര വലുതാ. ഇതിവർ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ബിദ്അത്തിനെതിരെ പറയാൻ ഞങ്ങളല്ലേ ഉള്ളൂ. എവിടെ നിങ്ങളുള്ളത്? ആകെ പറഞ്ഞതൊരു നൗഷാദ് ഹസനിയാണ്. വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ഒന്നുമില്ലാതെ അയ്യോ എന്ന് പറയുന്ന അവസ്ഥയിലായി ഇന്നുള്ളത്. ഒന്നുമില്ല മുപ്പര്, ആകെയുള്ള മനുഷ്യനുണ്ടായിരുന്നത്. ഇവിടെ തന്നെ വന്നിട്ട് ഞങ്ങൾ LCD പോലും ഇടാൻ അനുവദിക്കാതെ പ്രസംഗിച്ച സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന ആ നൗഷാദാസിനെ പോയി ഇനി ആരുണ്ട് പറയാൻ എന്ന് മാത്രമല്ല, മഞ്ചേരിക്ക് സമീപത്ത് വെച്ച് SSFന്റെ ഒരു ക്യാമ്പ് നടന്നു 2-3 മാസം മുമ്പ്. എന്റെ കയ്യിലുണ്ട് ഓഡിയോ. എന്നിട്ട് ഇവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ മജീദ് അരിയല്ലൂർ പറയാണ്, ക്ലിപ്പിട്ടിട്ടുള്ള പ്രസംഗമോ മുജാഹിദിലുള്ള ശക്തമായ പ്രസംഗങ്ങളൊന്നും ഇനി നമ്മൾ നടത്തണ്ട, അതൊക്കെ ചിലർക്ക് ജീവിച്ചു പോവാനുള്ള വഴിയാണ് എന്ന് പോലും SSFന്റെ അങ്ങനെ SKSSF വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ SKSSFന്റെ കലണ്ടർ ഞാൻ ഇവിടെ വരുന്നതിനും കൊടുത്തു നോക്കി. അതിന്റെ പ്രഥമ പേജിൽ തന്നെ കാണാൻ ഇസ്തിഖാമ. എന്താ ഇസ്തിഖാമയുടെ ദൗത്യം? ആദർശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി സുന്നി സമൂഹത്തിന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്ത് ബിദ്അത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇസ്തിഖാമയുടെ ലക്ഷ്യം. ചോദിക്കട്ടെ SSFകാരാ, നിങ്ങളുടെ SSFന്റെ കീഴിൽ സത്യമാണ് ഉള്ളത്, നമ്മൾ അംഗീകരിച്ചു തരാം, IPS കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിയാണ്, ഉറപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നാളെ എല്ലാ IPS കോച്ചിങ് കഴിഞ്ഞു വരുന്നവരും ചിലപ്പോ ഗവൺമെന്റ് വിശ്വസിക്കാൻ സാധ്യമല്ല. ചിലപ്പോ പറയും ഞാൻ IPS കാരനാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും IPS KPന്റെ ആളാ, വ്യാജായിരിക്കോ, വ്യാജാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ. ഇപ്പതാ അവര് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാന്ത്വനം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി മരുന്ന് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോ സുഹൃത്തുക്കൾ പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ മരുന്ന് കൊടുക്കാൻ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ലട്ടോ, കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജം പറഞ്ഞൊരു മുടി കൊണ്ടുവന്നിട്ട് ആ മുടിയിട്ട വെള്ളം ജനങ്ങളെ കുടിപ്പിച്ചിട്ട് ആ ജനങ്ങളെ വഴിതെറ്റിക്കുകയും അവരുടെ ആരോഗ്യം പോലും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവർ ചിലപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഗുളിക എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഈ ഗുളികയും വ്യാജമല്ലെന്ന് ആര് പറഞ്ഞു?
ഹബീബിന്റെ പേരിൽ പോലും വ്യാജം കാണിക്കുന്നവർ ഒരുപക്ഷെ പനിയുടേതെന്ന് പറഞ്ഞ് ചിലപ്പോ ഉറക്കത്തിന്റെ ഗുളി കൊണ്ടു തരില്ലേ. ഇപ്പൊ ചിലപ്പോ എനിക്ക് സംശയം ഇവർ അമേരിക്കയിലെങ്ങാനും റിസർച്ച് നടത്തുന്നുണ്ടോ. പുതിയ ഗുളിക, പിരിവ് ശക്തമായി തരാൻ പറ്റുന്ന ഗുളിക. ഒരാളത് കഴിച്ചാൽ അയാളെടുത്ത് പിന്നെ പോകുമ്പോ ചോദിക്കാതെ തന്നെ പിരിവ് ഇങ്ങോട്ട് കൊണ്ടുപോകും. അതിനാണ് ഈ സാധനം എന്ന് തോന്നുന്നു. ആ വിധത്തിലേക്കാ പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് പിന്നെ പറയാണ് ഞങ്ങൾ കാർഡൊക്കെ വിതരണം ചെയ്യും. അത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരനെ കൊടുക്കണം. ഈ ലക്ഷ്യങ്ങൾ എങ്ങോട്ട് പോയി എന്നറിയില്ല. അങ്ങനെ ഇവരുടെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ 2-3 സംഭവങ്ങൾ നമുക്ക് കാണാം. SSFന്റെയും SVCന്റെയും രംഗത്ത്. പക്ഷേ ആദർശം പറയാൻ ഒരു വിങ് ഉണ്ടാക്കിയിട്ട് വളർന്നു വരുന്ന തലമുറയെ ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുണ്ട് SSFകാരാ നിന്റെ സംഘടനക്കുള്ളിൽ? SSFകാർ പറഞ്ഞു എന്ന SKSFന്റെ കാലഘട്ടത്ത് നോക്കൂ, SKSFന്റെ ഉള്ളിൽ വരൂ. എന്നിട്ട് SKSFന്റെ വളർന്നു വരുന്ന മുത്തഅല്ലിങ്ങളും സാധാരണക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ പഠനങ്ങൾ ശക്തമായി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അതാണ് SKSFന്റെയും സംസ്ഥയുടെ കീഴ്ഘടകങ്ങളുടെയും പ്രത്യേകത. എവിടെ ചെന്നൊന്ന് നോക്കിയാലും എന്താ കാണുന്നത്? എവിടെ നോക്കിയാലും ഇന്ന് തന്നെ ഞാൻ 2 മജ്‌ലിസുൻ നൂറിന്റെ പരിപാടികൾ ഇന്ന് വൈകുന്നേരം 2 സ്ഥലത്ത് ഹസൻ സഖാഫിന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ജീവിക്കുന്ന സുന്നികൾ അതരത്തിൽ ചുണ്ടുകളിൽ മാത്രം സുന്നി പറഞ്ഞിട്ട് വിദഅത്തിനെതിരെ ഞങ്ങളും സുന്നിയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പ്രസംഗത്തിൽ മാത്രം സുന്നി കാണിക്കുന്നവരല്ല ഇവിടെയുള്ളത്. പ്രസംഗത്തെക്കാളേറെ സുന്നി ജീവിതത്തിൽ പകർത്തി കൊടുക്കും. ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന കേരളത്തിന്റെ ആത്മീയ നേതാവ് അവർ ഇജാസത്ത് നൽകി സമൂഹത്തോട് പറഞ്ഞു, ഇത് നിങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് മഹല്ലുകളിൽ ഇന്ന് ആ മജ്‌ലിസുൻ നൂർ നടന്നു. ബദറിലെ ശുഹദാക്കളിൽ നിന്ന് ആത്മവീര്യം ഉൾക്കൊണ്ടൊരു പഴയ തലമുറയിലേക്കുള്ള തിരിച്ചുപോക്ക് കേരള മുസ്ലിങ്ങൾക്ക്, കേരള സുന്നികൾക്ക് സമസ്തയുടെ കീഴ്ഘടകമായ SYS ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ ശക്തം. കഴിഞ്ഞ ദിവസമൊക്കെ അബുദാബിയിൽ മജ്‌ലിസുൻ നൂർ സ്ഥാപിക്കാൻ വാണക്കാട്ടും തങ്ങളും ഹസൻ സഖാഫിയും ഒന്നിച്ചു പോവാൻ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വിളിച്ച് അവരൊക്കെ ആ നിലയിൽ പോവാൻ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാ, എന്താ പരിപാടി? നമ്മൾ ഉസ്താദിന്റെ യാത്ര, കേരള യാത്ര, മാനവികത. എന്ത് മാനവികത ഇവർക്കുള്ളത്? പറയൂ. താനൂരിലെ പൊതുജനത്തോടാ ഞാൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ശേഷവുമായി താനൂരിൽ ഉരണ്ട ഒരുപാട് കലാപകാരികളെ പോലെ അഴിഞ്ഞാടിയത് കണ്ടില്ലേ നിങ്ങൾ? ഇതാണോ മാനവികത? ഇതിനാണോ മാനവികത എന്ന് വിളിക്കുക? ഇതിന് മാനവികത എന്ന് പേരിട്ടാലും വേണ്ടില്ല, ഇനി മാളവികത എന്ന് പേരിട്ടാലും വേണ്ടില്ല. ഈ സാധനത്തിന് മാനവികത എന്നല്ല പറയുക, മൃഗീയത എന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ മൃഗീയാംശത്തെ മറച്ചുവെക്കാൻ നിങ്ങളുടെ ഒരു പേരാണ് മാനവികത എന്നത്. മാനവികത പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മാനവികത പറയാനുള്ള അധികാരത്തെയും അവകാശത്തെയും അഭിമാനബോധത്തോടെ ജീവിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. തെളിവുകളോടെ ചോദ്യം ചെയ്തത്. AP അബൂബക്കർ മുസ്ലിയാരല്ലേ ഞാൻ പറഞ്ഞ സംഘടനകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആള്? ഇല്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാ ചേകനൂർ കൊലക്കേസിലെ പ്രതിയായിട്ട് എന്തുകൊണ്ട് ആദ്യം ഇയാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി? CBI എന്താ ചെയ്തത്? 50 ചോദ്യങ്ങൾ മൂപ്പരോട് ചോദിച്ചു. സമസ്തന്റെ പാഠപുസ്തകത്തിൽ 50 ചോദ്യമല്ല. അക്രമപ്രവർത്തനങ്ങൾ നടത്തിയ ഇന്നലെയിലെ കാന്തപുരത്തിന്റെ നിമിഷങ്ങളെയാണ് 50 ചോദിച്ചത്. 50 ചോദിച്ചു. പിന്നെ മൂപ്പര് പലരോട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തി തരണേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ. ചിലരൊക്കെ സഹായിച്ചിട്ടുണ്ടാവും, ഇല്ല ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാ സഹായിച്ചത്? അയാളെ മുൻപ് കണ്ടിട്ടല്ലേ, ഒരു പണ്ഡിതനല്ലേ. ഇയാളെ തെറ്റിദ്ധരിച്ചാൽ മറ്റു പണ്ഡിതന്മാർ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകും എന്ന നല്ല ചിന്ത കൊണ്ട് സഹായിച്ചതാണ്. ഇനി അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ സഹായിച്ചു. ഒരിക്കലും ഒരാളെ സഹായിക്കില്ല ആരും. പക്ഷെ അത് ഞങ്ങളുടെ ഗുണമാണെന്ന് ആരെങ്കിലും കരുതി നടക്കുന്നെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുന്നത് നന്ദി പറയാനുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ഇവരുടെ സ്വഭാവം എന്താ? ഈ നാട്ടുകാരെ ആക്രമിച്ചു, അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്നു. എന്നിട്ട് ഇവരുടെ ഈ സംഘടന ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മുസ്ലിം ലീഗിനെതിരെ വിളിച്ചു പറഞ്ഞു. പാറന്തൂർ PP മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ, നേരത്തെ ഇബ്രാഹിം മുസ്ലിയാർ പറഞ്ഞു വീട്ടിൽ നാളെ അതോടത്ത് വരണ്ട. പാറന്നൂർ PP മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന വ്യക്തി മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട്ട് തങ്ങന്മാർക്കെതിരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടില്ലേ? അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തീവ്ര പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പലപ്പോഴും പ്രസംഗിച്ച് നടത്തുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു വലിയ ടീം ഉണ്ടാക്കിയെടുത്തത് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു.
ഈ നേതൃത്വം ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെ സമസ്തയുടെ പ്രവർത്തകർ ആത്മസംയമനത്തോടെ നേരിട്ടപ്പോ കാന്തപുരത്തിന്റെ കുതന്ത്രങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ടെങ്കിൽ ഇനിയും അത് തകർക്കാൻ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെയും ആത്മീയ ശക്തി മതി. ഈ ആത്മീയ ശക്തിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താ, ഈ കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടാ ഗ്രൂപ്പ് ഒളവട്ടൂരിൽ സംവാദ വ്യവസ്ഥ ഒളവട്ടൂരിൽ വ്യവസ്ഥ വരുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് കാന്തപുരത്തിൽ കറാമത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുമ്പ് ശിഷ്യനല്ലേ ഞാൻ, അപ്പൊ എനിക്കുണ്ടാവല്ലോ കറാമത്ത്. അപ്പോ ഒരാഴ്ച മുമ്പ് തന്നെ ഹമീദ് ഫൈസിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഉസ്താദെ ഒളവട്ടൂർ സംവാദ വ്യവസ്ഥയിൽ മധ്യസ്ഥനായി ഞാൻ. അപ്പൊ മുമ്പിന് ചെന്തു പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സംവാദ വ്യവസ്ഥയിലേക്ക് വന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സംവാദ വ്യവസ്ഥ ഇല്ലാതാക്കാൻ ഒരു ടീം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടി. കറാമത്തൊന്നുമല്ല ഇത്, എനിക്ക് വിവരം കിട്ടിയെന്നാണ്. അപ്പൊ എനിക്ക് വിവരം കിട്ടിയത് എങ്ങനെയെന്നല്ലേ സിസഫാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിവരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞു തരുന്നവരുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ എനിക്ക്, ഞാൻ പറയാറില്ലേ എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ സംവാദം മണ്ണാർക്കാട് നടന്നപ്പോ വിളിച്ചു, ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഇവരുടെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, ഇന്ന ആളുകളൊക്കെ സംവാദ വ്യവസ്ഥയിൽ വരും. എന്റെ ഓൺലൈൻ സുഹൃത്തുക്കൾ അത് കേൾക്കുന്നുണ്ടാവും, അന്ന് ഓൺലൈനിലൂടെ എല്ലാവരും കേട്ടതാണ്. സംവാദത്തിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ സംവാദ വ്യവസ്ഥയിൽ വരാൻ പോകുന്ന പേര് ഇതാ പറഞ്ഞുതരാന്ന് പറഞ്ഞ് എ പി ബാത്തിന്റെ എല്ലാവരും പേര് പറഞ്ഞു. അപ്പൊ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനി എന്തത് ഇത്രയൊക്കെ കറാമത്തുണ്ടോ? കറാമത്തല്ലാതെ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരുത്തനും നിങ്ങളെ വിശ്വാസമില്ല. രാത്രി വിളിച്ചു പറഞ്ഞു തരാണ്, ഇന്ന ആളുകളൊക്കെ വരാൻ പോകുന്നത്, പറ്റുന്ന വിധത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇവർക്ക് എന്തൊക്കെയാ കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞു തരാണ്. അത് നമ്മൾ പരസ്യമായി പറഞ്ഞു, ആളെ പേരിപ്പം പറയില്ല, പറഞ്ഞിട്ടില്ല. ഇനി ആർക്ക് പറയണം നിർബന്ധമുണ്ടെങ്കിൽ അയാളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പേര് വേണമെന്ന് പറയണമെങ്കിൽ അന്ന് പറഞ്ഞ പോലെ ഒന്ന് ഫോണിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. അപ്പൊ അങ്ങനെ പേര് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞ ആളുകൾ എന്നെ സംവാദത്തിൽ വന്നിട്ടുണ്ട്, അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല, അതിൽ വ്യത്യാസം വന്നില്ല. അതുപോലെ ഈ സംവാദ വ്യവസ്ഥ വന്നു. അതിനു മുമ്പ് ഇവരുടെ ഉള്ളാൾ തങ്ങൾ വഫാത്തായതിനു ശേഷം ഉള്ളാൾ തങ്ങൾ ഒരു സയ്യിദ, ഞങ്ങൾ പഠിച്ച സംസ്കാരം അതാ. ഉള്ളാൾ തങ്ങൾ എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത്, എന്റെ നാട്ടിൽ കല്യാണം കഴിച്ച ആളാണ് ഉള്ളാൾ തങ്ങൾ, രാമന്തലി. ഇപ്പോഴും മറവട്ട് കിടക്കുന്നത് രാമന്തലി തന്നെയാണ്. ഉള്ളാൾ തങ്ങൾ സയ്യിദാണ്. ശംസുലിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം, എല്ലാം അറിയാം. നമ്മൾ ആരും ന്യായീകരിച്ചാലും അതൊക്കെ നേരിട്ട് കേട്ടവരാണ് നമ്മളൊക്കെ. അദ്ദേഹം ഒരു സയ്യിദായുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ആമീൻ എന്ന് മാത്രമാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സംഘടന പഠിപ്പിച്ചത്. നിങ്ങളെ സംസ്കാരമല്ല ഈ സംഘടന ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. കോയക്കുട്ടി ഉസ്താദിന്റെ നിർമ്മലമായ മനസ്സ് ഇതാ പഠിപ്പിക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദ് ഇതാ പഠിപ്പിക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി എന്തൊക്കെ ഞങ്ങളാണ് ഈ വടശ്ശേരിക്കാരനൊക്കെ പ്രസംഗിക്കാറുള്ളത്? ഒരു ലുങ്കി ഉടുത്ത് നടക്കുന്ന മൂല്യരാണ്. ലുങ്കി ഉടുത്ത് നടന്നൂടെ? ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ, ലുങ്കിയെങ്കിലും ഞങ്ങൾ ഉസ്താദ് ഉടുക്കുന്നുണ്ടല്ലോ, അത്ര തന്നെ പറയാനുള്ളൂ. നല്ല ഭാഷ, ലുങ്കിയെങ്കിലും ഞങ്ങൾ ഉസ്താദ് ഉടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ലുങ്കി ഉടുത്താൽ പോലും പരിഹസിക്കുന്നവർ. മത്സ്യം വാങ്ങിയിട്ട് ഉസ്താദ് പോകുന്ന കണ്ടാൽ അതും പറയത്രേ. ഒരിക്കൽ ഉസ്താദിനോട് ആരോ ചോദിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നാ പിന്നെ എന്റെ വീട്ടിലെ മത്സ്യം അവനോട് വാങ്ങിത്തരാൻ പറയാൻ. ചെറുശ്ശേരി ഉസ്താദല്ലേ? അപ്പൊ ഇവരുടെ നേതാക്കൾ വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഉസ്താദുമാരത് വാങ്ങിക്കൊണ്ടു കൊടുത്തുകൂടാ. കഷ്ടകാലം തന്നെ. നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത്? ഇവിടെയാണ് നമ്മളെ പകരാസനയുടെ ഒരു പാട്ടുണ്ട്, കഷ്ടകാലം വന്നുപോയി കഷ്ടകാലം വന്നുപെട്ടു എന്നുള്ളൊരു പാട്ടുണ്ട്. അതിവിടെ പാടാം. ഞങ്ങൾ ഉസ്താദുമാർ വറഉള്ളവരാവുകയും കുടുംബം നോക്കുന്നവരാവുകയും അവർ ശിഷ്യന്മാരെ തന്റെ കുടുംബപരമായ ആവശ്യത്തിന് വേണ്ടതുപോലെ അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യാത്തതിന്റെ പേരിൽ അവർ കുറ്റക്കാരാവുകയാണ്. ഇങ്ങനെ ഉസ്താദുമാരെയൊക്കെ ചീത്ത പറഞ്ഞും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് ഇവർ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉസ്താദുമാരെ കുറിച്ചും ഒക്കെ പറഞ്ഞ് വളരെ മോശമായി പെരുമാറുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെയും നേതാക്കളെയും നമുക്ക് നന്നായി അറിയാം. അതിൽ നിന്ന് ഉള്ളാൾ തങ്ങൾ വഫാത്തായപ്പോ, ഉള്ളാൾ തങ്ങളുടെ മരണത്തിന് ശേഷം ഒരു പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ചർച്ച വന്നപ്പോ മർക്കസിന്റെ അവരുടെ ഓഫീസിൽ നിന്ന് കാരന്തൂർ വിഭാഗത്തിന്റെ സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസിൽ വെച്ച് ഒരാളെ തെരഞ്ഞെടുത്തു. അന്ന് രാത്രി തന്നെ അതിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അന്ന് രാമന്തലി ഇന്നാൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചേക്ക്. സയദിയുടെ സമ്മേളനം മറ്റന്നാളാണ്, അതിൽ പ്രഖ്യാപിക്കാനാണ് പദ്ധതി. ഞാൻ പറഞ്ഞു അതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ചോളാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവരുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളെ പ്രഖ്യാപിക്കാൻ ഞാൻ എന്തായാലും ജൂനിയറായ ഞാൻ ഏതായാലും പറ്റൂല.
അപ്പൊ കുറച്ചെങ്കിലും പ്രായം, ഒരു 5-8 താടിയെങ്കിലും അധികം നരച്ച ആൾ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഹസൻ സക്കാഫിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ, ഞാൻ പ്രഖ്യാപിക്കുന്നില്ല, വാർത്ത കൃത്യമാണ്, കറക്റ്റാണ്. അപ്പൊ ഹസൻ സക്കാഫി കൃത്യമായി ആലിക്കുട്ടി ഉസ്താദിന്റെ യാത്ര കാസർഗോഡ് ജില്ലയിലെത്തിയ ദിവസം ആ യാത്രയിൽ വെച്ച് പറഞ്ഞു, ഈ കാസർഗോഡ് മറ്റന്നാൾ നടക്കുന്ന സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ വെച്ച് ഇവരുടെ സംസ്ഥയുടെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിന്റെ നിയന്ത്രണം ഞങ്ങളെ കയ്യിലായതുകൊണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്, അയാൾ അന്നിട്ട് കൊടുക്കാൻ ഒരു മഞ്ഞ കോട്ടും അടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു, അതുപോലെ മഞ്ഞ കോട്ടും കൊടുത്തു. അപ്പൊ പിന്നെ ഇവർക്കൊരു സംശയം, എങ്ങനെയാ ഇത് അറിയുന്നത്, എങ്ങനെയാ അറിയാതിരിക്കാൻ? ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുണ്ട്, എത്ര പേരുണ്ട്? നിങ്ങളെന്താ കരുതിയത് നിങ്ങളോട് കൂറുണ്ട് അവർക്ക് എന്നാണോ? അല്ല, ഞങ്ങളോടുള്ള കൂറിന്റെ പേരിലാണ് നിങ്ങളുടെ സംഘടനക്കകത്ത് അവർ നിൽക്കുന്നത്. ഇപ്പൊ മർക്കസിന്റെ പ്രചരണം, ശക്തമായ പ്രചരണത്തിന്റെ സമയം. എന്റെ അഭിപ്രായത്തിൽ SKSFകാരോട് കൂടി കൊടുക്കണം. മർക്കസ് സമ്മേളനം പ്രചരിക്കട്ടെ, നമ്മളെ ഭാഗ്യം ആശംസ എന്നൊരു ബോർഡ് വെച്ചു കൊടുത്തു. കാരണം അതിൽ നിന്ന് വരുന്ന കുറച്ച് സഖാഫിമാരുണ്ട്, നമുക്ക് അടുത്ത് അവരെ കൂട്ടി സമ്മേളനം നടത്താനുള്ളതാണ്. ഇത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാൻ തുടങ്ങിയ ശേഷം ഇപ്പോ അവിടെ ഞാൻ തന്നെ സംഘടനാപരമായി വളർത്തിക്കൊണ്ടുവന്ന് എന്റെ ശിഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തുണ്ട്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാമന്തലി ഞാൻ രക്ഷപ്പെട്ടു, ഇപ്പൊ എന്നെ എല്ലാം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ സജീവായി പ്രവർത്തിക്കുന്ന കുറെ ഹേപ്പിക്കാരുണ്ട്, അവരിപ്പോ സംശയമാണ് സംഘടനയ്ക്ക്. സംശയമാവട്ടെ, ആരാണെന്ന് നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, എന്റെ കൂടെ മർക്കസ് സമ്മേളനം കഴിഞ്ഞാൽ എന്റെ കൂടെ വരും, ഒരു സഖാഫിയുടെ കയ്യും പിടിച്ച് കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും. ഹസൻ സഖാഫി ഒരുപാട് ആളെ കൊണ്ടുവരുന്നവർ, ഞാൻ ഒരാളെ ഏറ്റെടുക്കില്ല. ഞാൻ ജൂനിയറാണ്, മൂപ്പര് സീനിയറാണ് ഇവിടെ. അപ്പൊ എന്നോടൊക്കെ ഒരാളൊക്കെ ബന്ധപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇപ്പൊ എന്താ അവസ്ഥ? ഇനി കാരന്തൂർ മർക്കസിന്റെ സമ്മേളനം വരുമ്പോൾ നമ്മൾ വിജയിപ്പിക്കുന്ന എന്തിനാ? കാരന്തൂർ മർക്കസിൽ സനത് കൊടുക്കും, നിങ്ങൾ നോക്കിക്കോളൂ. അടുത്ത സമ്മേളനത്തിൽ കാന്തപുരം സനത് കൊടുക്കും. എങ്ങനെ കൊടുക്കുക? സനത് ഇങ്ങനെ പിടിച്ചിട്ട് പേര് വിളിക്കും, ഇബ്രാഹിം കുട്ടി ബിൻ അഹമ്മദ് ബിൻ കാരന്തൂർ, അങ്ങനെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ ആദ്യം സനതിലേക്ക് നോക്കും, ഇവന്നെ തന്നെയല്ലേ, പിന്നെ ഇവന്റെ മുഖത്ത് നോക്കും, പഠിച്ചവനെ ഇവനെങ്ങാനും പോയിട്ട് എനിക്കെതിരാവും. കൊടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കും, ഇവൻ പോയിട്ട് എനിക്ക് എതിരാവുക. മൂപ്പരിക്ക് പാക സംശയ. സ്വന്തം പുത്രൻ ഹക്കീമിനെ പോലും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട എന്റെ പഴയകാല നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, കാന്തപുരസ്ഥാനെ വല്ലാതെ രാമന്തലി തെറി പറയും. ഞാൻ പറയാറില്ല സുഹൃത്തുക്കളെ, ഈ പറയുന്ന കാന്തപുരം എന്ന പ്രയോഗം തെറിയാണെങ്കിൽ മാപ്പ് തരിക, ഞാനല്ല ആ പേരിട്ടത്, നിങ്ങൾ ഇട്ടുകൊടുത്ത പേരാണ്. ആ വാക്ക് തെറിയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ തെറി പറഞ്ഞ് പ്രസംഗിച്ചു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? പഠിച്ചത് മർക്കസ് തന്നെയാണെങ്കിലും കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് തെറി പറയുന്ന വഹാബ് സഖാഫി തന്നെയാണെങ്കിലും ഞാൻ ആ സംസ്കാരം പഠിച്ചിട്ടില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയേണ്ടി വരില്ല, എന്റെ നാമം അത് വരില്ല. അപ്പൊ ഇങ്ങനെ നടന്ന ഈ വിഭാഗത്തിന്റെ ഈ സമ്മേളനങ്ങളും ഇതെല്ലാം കൂടിയുള്ള ചർച്ചകൾ വരുമ്പോ ഇപ്പൊ ആകെ സാധുക്കൾക്ക് പേടിയാ, ഏത് SSFകാരനാ മാറാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒളവട്ടൂരിലേക്ക് എത്തിയപ്പോ ആ ഒളവട്ടൂർ തീരുമാനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, രാമന്തലി ഈ സംവാദ വ്യവസ്ഥയിൽ പോകാൻ പാടില്ല, നിങ്ങൾ ആക്രമിക്കാനും ആക്രമിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ആ പരിപാടി പിരിച്ചുവിട്ട് സംവാദത്തിലെത്താതിരിക്കാനും വേണ്ടി പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇന്ന് ടീമാണ് വരാൻ പോകുന്നത്, ആളെ പേരടക്കണം. ഞാനത് നമ്മളെ നേതാക്കളോട് അറിയിച്ചു, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയിക്കോളൂ, ഞാൻ ഏതായാലും വരുന്നില്ല. കാരണം ഇവരെ ഭയപ്പെട്ടിട്ടല്ല, അത് നിർത്തിവെക്കേണ്ടി വന്നാൽ നാളെ നമ്മളെ പ്രവർത്തകരെ തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കും, രാമന്തലിക്ക് എന്താ സംയമനം പാലിച്ചുകൂടെ, എന്നാ സംവാദം നടത്തുമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ വരണ്ടെന്ന് കരുതിയിട്ട്, ആ ഒരു ചോദ്യം വരണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഓൺലൈനിൽ കയറി രണ്ടാമത്തെ ആളായിട്ട് ഞാൻ പറഞ്ഞു, ഇത് കാരണം കൊണ്ട് തന്നെ ഞാൻ വരായിരുന്നത്. അപ്പോ ഒരു ഫേസ്ബുക്കിലേക്ക് ഒരു പോസ്റ്റ്, എന്താ, രാമന്തലിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് രാമന്തലിക്കാരൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാനില്ല, വീട്ടിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്, ഒളവട്ടൂരിലേക്കാന്ന് പറഞ്ഞാൽ പോയത്, ആരെങ്കിലും കണ്ടുകിട്ടിയാൽ അടുത്ത CD കടയിൽ ഏൽപ്പിക്കണം. നല്ല കാര്യമാണ്, ഞാൻ CD കച്ചവടക്കാരനാണല്ലേ പറഞ്ഞത്. രാമന്തലിയിലെ SKSFകാരും MSFന്റെ ഒക്കെ പ്രവർത്തകർ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ പബ്ലിക്കേഷൻ അവരുടെ CD ഇറക്കിയിട്ടുണ്ട്. നാളെ അതും പറഞ്ഞ് എന്റെ നേരെ വരണ്ട, ഞാൻ SKSFിൽ വരുന്നതിന് മുമ്പുള്ള സംഘടനകളാണ്. ഇനി അത് വന്നു എന്ന് സങ്കല്പിച്ചാൽ പോലും എനിക്കതിൽ വല്ലാതെ വിഷമം തോന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യാന്ന് വിശ്വസിക്കുന്ന കാലത്തോളം അത് കച്ചവടം ചെയ്താലും ഒരു കുറ്റമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ
മോശമായി പോയി എന്ന് പറയുന്ന ആളുകൾ പേരോടും ടീമാണ്. അയാളെ സീഡിയൊക്കെ വിറ്റത് മോശമായി പോയി. അപ്പൊ അതിൽ മോശമായ സാധനം ഉള്ളത് സ്വയം അവർ തന്നെ സമ്മതിക്കും. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരവസ്ഥ എന്റെ പേരിൽ പറയരുത് എന്ന നിർബന്ധത്തിന്റെ പേരിലാണ് ഞാൻ മാറിയുന്നത്. അങ്ങനെ ഈ പോസ്റ്റൊക്കെ ഇട്ട് വന്നപ്പോ ഞാൻ അന്ന് തന്നെ നമ്മളെ പ്രവർത്തകരോട് പലരോട് പറഞ്ഞു കൊടുത്തു മേറ്റർ. എന്നാൽ അതിനോട് ഇതുകൂടി കൂട്ടിക്കോളൂ, അതൊരു തെറ്റുവിട്ടിട്ട് കൂട്ടാൻ വേണ്ടി മേറ്ററും പറഞ്ഞു കൊടുത്തു. എന്റെ കൂടെ സാലിബാക്കുല്ലി സഖാഫി, വഹാബ് സഖാഫി, മമ്പാട്, ഏലകുളം റഷീദ് സഖാഫി എന്ന് പറഞ്ഞ കുറെ ആളെ പേരും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഈ എലിക്കുട്ടികളെയും കാണാനില്ല. പുലിയായി വന്നിട്ട് എലിയായി പോയവരാണ്, ഇവരെയും കാണാനില്ല. കണ്ടുകിട്ടുന്നവർ അടുത്ത ബാർബർ ഷോപ്പിൽ ഏൽപ്പിക്കും. വളരെ കറക്റ്റ് അല്ലേ? ഞാൻ സീഡി കച്ചവടക്കാരനായിക്കോട്ടെ, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എവിടെ എത്തിയത്? ഞാൻ എന്നെ സീഡി കടയിൽ ഏൽപ്പിക്കാം, നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുന്നത് ബാർബർ ഷോപ്പിലല്ലേ, മുടിയല്ലേ പരിപാടി. അത് കഴിഞ്ഞപ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, രാമനിലാക്ക് പിൻവലിച്ചൂടെ, അത് സംസ്കാരം ഇല്ലാത്ത വിധത്തിലല്ലേ. ഞാൻ ചോദിച്ചെന്തേ? ആദ്യം ഇട്ടപ്പോ സംസ്കാരം ഉണ്ടായിരുന്നില്ല, ആ സംസ്കാരം ഇവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഏത് സ്റ്റൈലിൽ വന്നാലും നിങ്ങൾ സ്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ആ സംസ്കാരം അതുപോലെ ഉണ്ടാവും, അത് ഇവിടുന്ന് പഠിച്ചല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പലതും നിങ്ങൾ കണ്ടെടുക്കാൻ നിങ്ങളെ കാന്തപുരം തന്നെ എന്നെ പഠിപ്പിച്ചു. അപ്പൊ അയാളെയും നിങ്ങളെ ഒന്നിച്ചു. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കാന്തപുരം പഠിപ്പിച്ചതെന്നാണ് മൂപ്പർക്ക് ഇപ്പൊ തിരിച്ചു പ്രതികരിക്കാൻ ഇപ്പൊ കഴിയില്ല. അത് കഴിയൂല. അതിന്റെ ഭാഗമാണ് കണ്ടത്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞില്ലേ? ഇവർ സുന്നി ടൈഗർ ബോയ്സ് ഉണ്ടാക്കി, ക്രസന്റ് വളണ്ടിയർ കോർ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ ഇവർ നടത്തി. അതിൽ 6 പറഞ്ഞു. ഞാൻ എണ്ണി പറഞ്ഞുതരാം. 900 ഇതേ കാന്തപുരം ഉണ്ടാക്കി കൊടുത്ത അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. രണ്ടാമത്തത് 996 ഓഗസ്റ്റ് 10 മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്തോഷം വെക്കുന്നത് ഇതേ വിഭാഗമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയത് എന്റെ വകയല്ല. ഇത് പോലീസ് പുറത്തുവിട്ട ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. പോലീസ് എവിടെ പുറത്തുവിട്ടത്? നിയമസഭയിൽ വായിച്ചു. ആഭ്യന്തരമന്ത്രി പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് അന്ന് എന്റെ ഓർത്തു നോക്കണം. നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലിസാബകൾ ഉണ്ടാക്കുമ്പോൾ പിറന്നു വീണ സംഘടനയുടെ പ്രവർത്തന പറയുന്നത് അല്ലിസാബക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവർ, അല്ലിസാബയുടെ ഭരണഘടന ഈ സംഘത്തിന്റെ ഭരണഘടന തന്നെയായിരിക്കും. തങ്ങളെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ. ഇവർ പറയും ഞങ്ങൾ മുസ്തഫ കത്തിച്ചവരാണ് SKSSFകാർ. ആരാ മുസ്തഫ കത്തിച്ചത്? ദ്വീപിലെ മദ്രസയിൽ പോയി മുസ്തഫ കത്തിച്ചിട്ട് അതിന് നേതൃത്വം നൽകിയ സഖാഫിമാർ തന്നെ നമുക്കറിയാവുന്നതാണ്. അഗത്തി ദ്വീപിൽ പോയി പേരോട് പ്രസംഗം നടത്തിയതിനു ശേഷം അവിടെയുള്ള മുസ്ഹഫ് എടുത്തിട്ട് വാർപ്പിന്റെ അടിയിൽ കൊണ്ടുപോയി പലകൾക്ക് മുകളിൽ വാർപ്പിൽ നിന്ന് താഴേക്ക് സിമന്റ് ഒറ്റ വീഴാതിരിക്കാൻ പേപ്പർ വെക്കുന്നത് പോലെ ഖുർആന്റെ ഉസ്മാനി റസ്മ മതി, പഴയ മലബാരി ലിപി വേണ്ടെന്ന് പറഞ്ഞിട്ട് വാർപ്പിനടിയിൽ കൊണ്ടുപോയി ഖുർആനിന്റെ പതിപ്പുകളിലെ പേജുകൾ മുറിച്ചു വെച്ചപ്പോ പണിക്കാരായ അമുസ്ലിങ്ങൾ ചോദിച്ചു, ഇത് നിങ്ങളുടെ ബൈബിളല്ലേ? ആയിക്കോട്ടെ, ഇത് ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾക്ക് ഇത് വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞ് വാർപ്പിന്റെ അടിയിൽ വെച്ചിട്ട് അവിടുത്തെ സഖാഫി തന്നെ നേതൃത്വം നൽകി. എന്നിട്ട് ഈ സഖാഫി നേതൃത്വം നൽകിയിട്ട് ഈ മുസ്ഹഫ് എടുത്തു വെച്ചിട്ട് ആ വിധത്തിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത്, അഗത്തി ദ്വീപിലെ തൊട്ടടുത്തുള്ള കാട് മൂടിക്കെടുക്കുന്ന പ്രദേശത്ത് മറ്റു മുസ്ഹഫുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാന്തപുരത്തിന്റെ അനുയായികളാ പറയുന്നത് SKSSFകാർ മദ്രസ കത്തിക്കുന്നവരും ഖുർആൻ നശിപ്പിക്കുന്നവരുമാണെന്ന്. സ്വന്തം നേതാക്കൾ പേരോടിന്റെ പ്രഭാഷണത്തിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത്. 2005 പേരോട് അഗത്തി സന്ദർശിച്ച് പ്രസംഗം നടത്തിയതെന്നാണോ അതിനുശേഷം ഇതുണ്ടായത്? പറയണം SSFകാരാ. നാട്ടിൽ കാലുഷ്യങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ കോൺട്രാക്ടർ ഏറ്റെടുത്ത കൊട്ടേഷൻ സംഘങ്ങളായി ഞങ്ങൾ മാറുന്നുണ്ട്. അതിന്റെ തെളിവാണിത്. ഇത് മറികടക്കാൻ, ഇത് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയോ? പറയൂ. മലബാരി മുസ്ഹഫുകൾ അട്ടിയിട്ട് അതിന് മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചാൽ പോലും അത് തെറ്റാവില്ലെന്ന് പേരോട് പ്രസംഗിച്ചിട്ടുണ്ട് അഗത്തി ദ്വീപ് പോയിട്ട്. ഇപ്പൊ പേരോട് പറയും അത് ഞാൻ അന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കും. പേരോട് രക്ഷപ്പെടാൻ കഴിയോ? എന്റെ ചോദ്യമാണിത്.
അന്ന് മുസാഫുകൾ കൂട്ടിയിട്ട് ആ കാട്ടിനുള്ളിൽ കൊണ്ടുപോയതിന്റെ ഫോട്ടോ പോലും ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇന്നും അതിന്റെ ഫോട്ടോ. അങ്ങനെ പ്രവർത്തിച്ചവരാ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നല്ല ആളുകളാ, SKSകാർ കലാപം കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഇതിന് നേതൃത്വം നൽകിയത്, ഇതിന് അന്ന് നേതൃത്വം നൽകിയത് സഖാഫിമാരായിരുന്നു. ഷറഫുദ്ദീൻ മദനി ഈ വിഷയത്തിൽ ഇവർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തിയിട്ട് ഷറഫുദ്ദീൻ മദനി എന്ന SKSFന്റെ പ്രവർത്തകൻ തെളിവുകളോടെ എല്ലാ രേഖകളും അദ്ദേഹം വെച്ച് അത് ലോകത്തെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നും അതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. 2005 കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. അവിടെ നടന്ന വാർപ്പുകൾക്കിടയിൽ ഭീമിന്റെ പല ഭാഗത്തും കൊണ്ടിട്ട് വന്ന് മാത്രമല്ല, അപമാനിക്കാൻ വേണ്ടി, അതിന് ഖുർആനെ അപമാനിക്കാൻ വേണ്ടി വരെ ഇവർ ശ്രമം നടത്തി. അവരാ പറയുന്നത് ഞങ്ങൾ നല്ല ആളുകളാണെന്ന്. ഈ 2 കൊലപാതകം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും കേൾക്കുക നിങ്ങൾ. മൂന്നാമത് 1996 ഓഗസ്റ്റ് 14 പാലക്കാട് കൊല്ലങ്കോട്ടം മണിയെ കൊന്നതിന്റെ പിന്നിലും ഈ സംഘടനയായിരുന്നു ഗവൺമെന്റ് പറയുന്നു. കേൾക്കണം, ആരാ ഇത് നടത്തിയത്? മാനവികതയുടെ ഉണർത്തുപാട്ടുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തിയ മാന്യമഹാജനങ്ങളെ എന്ന് വിളിച്ച് യാത്ര നടത്തിയ ഒരു മാന്യനില്ലേ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അയാളുടെ സംഘടന, അയാളുടെ ശിഷ്യന്മാർ, അയാളുടെ പിന്തുണയോടെ, അയാളുടെ ആശീർവാദത്തോടെ, അയാളുടെ ആത്മീയമായ പിന്തുണയോടെ നടത്തിയ കേസുകളായി പറയുന്നത്. അടുത്ത് കേൾക്കണോ, 5ാമത്തെ കൊലപാതകം 1995. 4ാമത്തെ കൊലപാതകം 1996 ഓഗസ്റ്റ് 23 മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമി എന്ന് പറയുന്ന ഹൈന്ദവനെ കൊന്നതിന്റെ പിന്നിലും ഈ സംഘടനയാണ്. മറുപടി പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ പൂർവ്വ സംഘടന. അപ്പൊ പറയും ഞങ്ങളെ പേര് അല്ലിസാബ് എന്നല്ലേ? അതങ്ങനെ തന്നെയാണ്. തീവ്രവാദ സംഘടനകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അല്ലിസാബക്ക് മുമ്പ് പല പേരിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പേര് അല്ലിസാബ. നിങ്ങൾ ചില സമയത്ത് സ്നേഹസംഘം എന്ന് പേരിട്ടിട്ടുണ്ട്. സ്നേഹസംഘവും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങളും കേരളത്തിലെ ജനങ്ങളെ മാനവികതയും തമ്മിൽ എന്താ ബന്ധം? മാനവികതയും നിങ്ങളും തമ്മിലുള്ള ബന്ധം മുതലക്കുളവും മുതലയും കുളവും തമ്മിലുള്ള ബന്ധം പോലെ. മുതലക്കുളത്ത് പോയി നോക്കിയാൽ അവിടെ കുളവും ഇല്ല, മുതലും ഇല്ല. അതുപോലെ നിങ്ങളെ മാനവിക സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്തത് നിങ്ങളുടെ കൂട്ടത്തിൽ കാണിക്കാൻ കഴിയില്ല. 1995 ഓഗസ്റ്റ് 18 5ാമത്തെ കൊലപാതകം നിങ്ങൾ നടത്തി. കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഹനചന്ദ്രനെ നിങ്ങൾ കൊന്നുകളഞ്ഞത് നിങ്ങളെ സംഘടനയല്ലേ? പറയൂ SSFകാരാ. നിങ്ങളുടെ മുൻകാല സംഘടന അല്ലിസാബിയുടെ മൂത്താപ്പയാണ് ഇത് ചെയ്തത്. എന്നാൽ കേട്ടോളൂ, 6ാമത്തെ കൊലപാതകം 1994 ഡിസംബർ 4 ഗുരുവായൂരിലെ സുനിൽ എന്ന വ്യക്തിയെ കൊന്നത് നിങ്ങളുടെ സംഘടനയാണെന്ന് ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോരാ, നിങ്ങളെ എതിർ സംഘടനയിലെ മുജാഹിദ് സെന്റർ പോയി ബോംബ് വെച്ചത് എന്തിന്റെ പേരിലായിരുന്നു? കാന്തപുരത്തെ റിയാദിൽ അറസ്റ്റ് ചെയ്തപ്പോ അയാൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ റിയാദിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് UAE-യിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് രാത്രി 1 മണിക്ക് UAE-യിൽ കാന്തപുരം ഇറങ്ങുന്ന അതേ സമയത്ത് കോഴിക്കോട് ആനിഹാൾ റോഡിലെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മുജാഹിദ് സെന്ററിൽ ബോംബ് വെച്ചത് നിങ്ങളുടെ സംഘടനയായിരുന്നില്ലേ? അന്നൊരു കാഴ്ചക്കാരനെ പോലെ നിങ്ങളെ കഥകൾ അറിഞ്ഞിരുന്ന ആൾ തന്നെയാണ് ഞാനും. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ ബലിപെരുന്നാളിന്റെ ദിവസം വയനാട് വാരംപറ്റയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അക്രമ പ്രവർത്തനം നടത്തിയവർ ഒരുപാട് സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ദിക്കുകളിൽ നിങ്ങൾ ചെയ്ത ക്രൂരമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സിഗരറ്റ് ബോംബ്. ഇപ്പോഴത്തെ ആളുകൾക്ക് അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 15 16 തിയേറ്ററുകൾ സിഗരറ്റ് ബോംബ് കൊണ്ട് നശിപ്പിച്ചവരല്ലേ നിങ്ങൾ? സിനിമയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, തിയേറ്ററുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഇന്ത്യ രാജ്യം, ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യവും ഈ രാജ്യം നൽകുന്ന നിയമപരിരക്ഷയും വെച്ചുകൊണ്ട് നിയമപരമായ ഇടപെടലുകളല്ലാതെ ബാറുകൾ ഗവൺമെന്റ് പൂട്ടുന്നതിന് മുമ്പും പൂട്ടിയപ്പോൾ അഭിനന്ദിച്ചും സമസ്തയും കീഴ്ഘടകങ്ങളും പറഞ്ഞിട്ടുണ്ട്, മറ്റ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരി.
സിനിമാ തിയേറ്റർ പറ്റില്ലേ? അസാംസ്കാരികത വളർത്തുന്നുണ്ടോ? പ്രകടനമാവാം, പ്രതിഷേധമാവാം, നമുക്ക് അനുവദിക്കപ്പെട്ട മാർഗങ്ങളാവാം. പക്ഷേ 15-16 തിയേറ്ററുകൾ സിഗരറ്റ് ബോംബ് എന്ന പേരിൽ ബോംബുണ്ടാക്കിയിട്ട് അന്ന് മനോരമ എഴുതി, അന്ന് കേരള ശബ്ദം എഴുതി. എന്താ? ഒരു സിഗരറ്റ് എടുത്തു, അതിന്റെ 4 ഭാഗത്തും തീപ്പെട്ടിക്കൊള്ളി വെച്ച് കെട്ടിയിട്ട്. ബുദ്ധി അക്കാര്യത്തിൽ ഇവർ ഭയങ്കരമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നിഷേധാത്മകവും അതുപോലെ ക്രൂരതയും ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവർ, നന്മ ചെയ്യുന്നതിൽ ബുദ്ധി തീരെ ഉപയോഗിക്കാത്ത ഫ്രഷ് തലച്ചോറ്. ഈ വിഭാഗം, അങ്ങനെയുള്ള ഈ വിഭാഗം സിഗരറ്റ് ബോംബുണ്ടാക്കിയിട്ട് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി. പിന്നെ ചേകനൂർ കേസിന്റെ പേരിൽ ഇപ്പോൾ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അയാൾക്ക് എന്താ അയാളെ ബിരുദം? സഖാഫി അല്ലേ? സഖാഫി ബിരുദമല്ലേ അയാൾക്കുള്ളത്? ഈ ബിരുദം എന്തിനുള്ളതാ? ഇങ്ങനെയുള്ള പണിക്കുള്ളതാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പിന്തുണക്കുന്ന പ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഉസ്താദിന്റെ മഹത്വം പറഞ്ഞു വല്ലാതെ നടക്കണ്ട. മാത്രമല്ല അയാളെ പിന്നിലാണ് നിങ്ങളെന്ന് പറഞ്ഞു നടക്കണ്ട. അതൊരു അപമാനാണ്, ഷെയിമാണത്. ആരെങ്കിലും ഒരാൾ ചോദിക്കാം, നീ ആരുടെ ആളാണോ അനുയായിയാണ്? ഞാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പം അറിയാതെ അടുത്തിരിക്കുന്ന ആൾ മുഖത്ത് കൈവക്കി, പടച്ചവനെ നല്ലൊരു ചെറുപ്പക്കാരൻ, ഇവൻ എങ്ങനെയാണ് കുടുങ്ങിപ്പോയത്? അപ്പൊ ചോദിക്കും, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. കാരണം സംശയം ഉണ്ടാവും, ഇത് മന്ദബുദ്ധിയാണോ, നല്ല ബുദ്ധിയില്ലാത്തതാണോ, അല്ല വേറെന്താ ഇയാൾക്ക് പറ്റിയത്? ജനങ്ങളെ സംശയമാണ്, നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ അങ്ങനെ തന്നെയല്ലേ സംശയിക്കുള്ളൂ. ഗുണ്ടായിസം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ സംവാദ വ്യവസ്ഥയിൽ എന്നെ തല്ലാൻ വേണ്ടി എന്നെ ഇല്ലാതാക്കാൻ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയും. ഇനി എന്നെ നിങ്ങൾ കൊല്ലുമായിരിക്കും, കൊന്നോളൂ സുഹൃത്തുക്കളെ. ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്, ഇവിടെയും ഓൺലൈനിലും കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അറിയാം രാമന്തളിയെ നന്നായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് രാമന്തളി മുഹമ്മദിനെ അറിയാം. എന്റെ ദുആനെ അയാൾക്കറിയാം. ഞാൻ ചെറുപ്പം മുതൽ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, പടച്ചവനെ ഉഹ്റവിയായ രക്തസാക്ഷികൾ ശുഹദാക്കളിൽ പെടുത്തണേ റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്റെ പരമ്പര, എന്റെ തറവാട്, ഞാൻ ജീവിക്കുന്നത്, എന്റെ നാട് സ്വാതന്ത്ര്യത്തിന്റെ പോർക്കളത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച 17 ശുഹദാക്കളുടെ മണ്ണിൽ നിന്ന് ആ രാമന്തളി ഞാൻ വരുന്നത്. എന്റെ പരമ്പര ചെന്ന് ചേരുന്നത് പോലും ആ ശുഹദാക്കളിലാണ് എന്ന് അഭിമാനിക്കുന്നതോടൊപ്പം അങ്ങനെ ആയി വരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എപ്പോഴും ദുആ ചെയ്യുന്ന ആളാണ്. അങ്ങനെ എപ്പോഴും ദുആ ചെയ്യുന്നതാണ് കാന്തപുരത്തിനും അറിയാം. അതുകൊണ്ട് കാന്തപുരത്തോടും അനുയായികളോടും എന്നോട് എനിക്ക് പറയാനുള്ളത്, മരിക്കാൻ തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. മരിക്കാൻ തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ കൊന്നാൽ അതിന് നിങ്ങൾ കൊന്നു എന്നല്ല പറയാ, എന്റെ ആഗ്രഹം പൂവണിഞ്ഞു എന്നേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ ഒരു മഹത്തായ ഭാഗ്യം എനിക്ക് ലഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം മറ്റൊന്നുകൂടി, ഞാൻ ഷഹീദായാലും എന്റെ കാരണം കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആ ട്രൗസറുമിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിൽക്കുന്നൊരു കാഴ്ച ഈ സമുദായത്തിന് സന്തോഷം നൽകും. ഒരു രാമന്തളി പോയാൽ തീരുന്നതല്ല സംസ്ഥ. രാമന്തളി വരുന്നതിന് മുമ്പും സംസ്ഥയുണ്ട്, വന്നതിന് ശേഷവുമുണ്ട്. ഇനി ഇല്ലാതായാലും ഈ ലോകത്ത് തന്നെ ഇല്ലാതായാലും അങ്ങനെ സമസ്ത പേടിച്ചു നിർത്തും ഈ പരിപാടി എന്ന് കാന്തപുരത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എന്നെക്കാൾ വലിയ ശംസുൽ ഉലമയെ കൊല്ലാൻ നിങ്ങൾ കരാറ് കൊടുത്തുവെന്ന് ഞാൻ സൂചിപ്പിച്ച സംഘടനയിലെ അലി ഒരു കാലഘട്ടത്തിൽ കുന്നമംഗലത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് കാന്തപുരത്തിന്റെ സംഘടനയിൽ നിന്നുകൊണ്ട് ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ശംസുൽ ഉലമയെ വധിക്കാൻ ശ്രമിച്ച, വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആ ഗുരുതരമായ ആരോപണത്തിന്റെ പിന്നിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്റെ കാര്യത്തിൽ ചെയ്യൂല എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അത്ര ശുദ്ധനാണെന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ പലതും അറിയുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ആ രക്തത്തുള്ളികളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധാഗ്നി കാന്തപുരത്തിന്റെ സാമ്രാജ്യങ്ങളെ തച്ചുടക്കും എന്ന് ഓർമ്മ മാത്രമുണ്ടായി. അത് അക്രമത്തിന്റെ ശൈലിയിലല്ല, ജനങ്ങളുടെ പ്രാർത്ഥന മതി ഇത് തകർത്തിടാൻ. നിങ്ങൾക്ക് മുന്നേ ഇവിടെ കാറൂൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നേ ഇവിടെ ഫിർഔൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നേ ഇവിടെ അബൂജഹൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നേ പലരും വന്നുപോയിട്ടുണ്ട്. ഇന്നാരും ഇവിടെ ശേഷിക്കുന്നില്ല.
ഇന്നാരും ശേഷിക്കുന്നില്ല. ഈജിപ്തിൽ ഒരാൾ ബാക്കി കിടക്കുന്നുണ്ട്, ഒരടയാളം പോലെ. നിങ്ങളും ഒരുപക്ഷെ അത്തരം ഒരു അടയാളം പോലെ നിങ്ങളും ഒരു മമ്മിക്കുള്ളിൽ കിടക്കേണ്ടി വന്നാൽ അത് കാലത്തിന്റെ കരുതിവെപ്പായി. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാട് എന്നെ ഇല്ലാതാക്കിയാൽ ഞാൻ പറയുന്നത് നിൽക്കും, അല്ലെങ്കിൽ എന്നെ തല്ലാൻ വന്നാൽ നിൽക്കുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ബാക്കി നിർത്തൂല. ഓൺലൈൻ ക്ലാസ്സുകളുള്ളതുകൊണ്ട് വീട്ടിലിരുന്നിട്ടെങ്കിൽ ഞാൻ തരും ബാക്കി. അല്ല, തങ്ങളെ ലൈവ് ഞങ്ങൾ വരുമല്ലോ, വരും, പ്രശ്നം തീരെയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം നിങ്ങളാരാ പടച്ചോനാ കാര്യങ്ങൾ തീരുമാനിക്കാനും നിശ്ചയിക്കാനും. ഞാൻ പറഞ്ഞല്ലോ, സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരല്ല, മുൻകഴിഞ്ഞുപോയ മഹാന്മാരാണ്. അവരാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ഒളവട്ടൂരിലേക്ക് പോകരുതെന്ന് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അനുയായിയെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഈ സമസ്തയുടെ മഹാന്മാരായ നേതാക്കളാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഖലാ ആയതെന്താണോ അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഖലായിലുള്ളത് ഏതാണോ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെനിക്ക് പേടിയില്ല. പക്ഷെ ഒന്നേ ഉള്ളൂ, നിങ്ങൾ കാന്തപുരത്തിന്റെ അനുയായികൾ മനസ്സിലാക്കണം. അങ്ങനെ കാന്തപുരം ഏൽപ്പിച്ചതിന്റെ പേരിൽ പണിയെടുത്തിട്ടാണ് ആ പാവം ഹംസ സഖാഫി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ വരുന്നവർ അത്ര ഓർത്താ മതി. അങ്ങനെ ഈ ഒളവട്ടൂരിൽ വന്നിട്ട് ഒളവട്ടൂരിലെ സംവാദ വ്യവസ്ഥ വളരെ രസകരമായ സംവാദമാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആദ്യം പറഞ്ഞു, എന്ത് ഇത് ഒറിജിനൽ കുടിയാണ്. ജനങ്ങൾ വിശ്വസിച്ചില്ല. അപ്പൊ പേരോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉസ്താദിനെ വിശ്വസിക്കണേ, ഞങ്ങൾ ഉസ്താദിനെ സനത് ചോദിച്ചു ബുദ്ധിമുട്ടിക്കരുതേ, ഞങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ സനതുണ്ടെങ്കിലും പേരോട് അബ്ദുറഹ്മാൻ എന്റെ കയ്യിൽ ഇതാ ഇവിടെ സനതുണ്ട്, നിങ്ങൾ കുറ്റ്യാടിയിലേക്ക് വന്നോളൂ, സനത് ഞാൻ തരാം എന്ന് പറഞ്ഞു. പത്രക്കാർ ചോദിച്ചു, മുസ്ലിയാരെ സനതുണ്ട് എന്നല്ലേ പറഞ്ഞത്, എവിടെ സനത്? അപ്പൊ പറഞ്ഞു, അടിരേഖ അബൂദാബിയില. അങ്ങനെ പേരോട് തകർന്നടിഞ്ഞൊരു നിമിഷം അതാ വരുന്നു പകരം ഒരാൾ. എ പി പോയി, പേരോട് പോയി, പിന്നാലെ വന്നു നൗഷാദ് ഹസനി, കൂടെ എന്നെ പോലെയുള്ള സാധുക്കൾ. ഞങ്ങളും ഇറങ്ങി ഈ മുടി ഒറിജിനലാണെന്ന് വിശ്വസിച്ച കാലത്തത് തെളിയിക്കാൻ കേരളം മുഴുവൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അവസാനം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റാന്ന് മാത്രമല്ല, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റാണ്. അങ്ങനെ എന്താ പറയാ, ഇവരെന്തുകൊണ്ടെന്നാണ് ഡ്യൂപ്ലിക്കേറ്റാണ്? അതുകൊണ്ട് ഞാനിപ്പോ ഇവരെ വിളിക്കാറുള്ളത് ചൈന സുന്നി. തിരൂരിന്റെ അടുത്തുള്ളവരല്ലേ, നിങ്ങൾക്ക് അറിയാലോ, അത് പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാവില്ല. നിങ്ങൾ കുട്ടി നോക്കൂ, ഇവർ കൊണ്ടുവന്നതിൽ ഏതോ ഒറിജിനലുള്ളത്? സമസ്തയെന്ന് കുട്ടിക്കോ ഡ്യൂപ്ലിക്കേറ്റ്. മുടി പൊടി മോടി എല്ലാം അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെയാണ്. ആ നിലയിൽ വ്യാജങ്ങൾ മാത്രം കൊണ്ടുവന്നൊരു വിഭാഗം അതിന്റെ ആളാണ്. അപ്പൊ ഇതിൽ നിന്ന് നൗഷാദ് ഹസനി ഞങ്ങളും അവസാനം പിന്മാറി. പിന്നെ വഹാബ് വന്നു, വഹാബ് പിന്മാറി. ഏലങ്ങളും പത്തപരിയം റഷീദ് സഖാഫി വന്നു, അയാള് പിന്മാറി. പിന്നെ വന്നതാരാ? പിന്നെ വന്നു നമ്മളെ ഏലങ്ങളും റഷീദ് സഖാഫി. അയാള് ഒരു ചാവാലി കുതിരയുടെ ശക്തി പോലുമില്ലാതെ പിന്തിരിഞ്ഞു. 1000 കുതിര ശക്തി എന്ന് പറഞ്ഞാ വന്നത്. വന്ന് തിരിച്ചു പോകുമ്പോ പണ്ടൊരാൾ വയനാട്ടിൽ പോയി, എവിടത്തേക്കടാ പോകുന്നത്? വയനാട്ടിലേക്ക്. തിരിച്ചു വരുമ്പോ ചോദിച്ചു, എവിടുന്നാടാ വരുന്നത്? വയനാട്ടിൽ നിന്ന്. തണുത്ത് പറിച്ചിട്ടേ. അപ്പൊ അതുപോലെ മൂപ്പര് പറഞ്ഞു വന്നത് 1000 കുതിരശക്തിയോടെ. തിരിച്ചു പോകുമ്പോ ഒരു ചാവാലി കുതിരയുടെ ശക്തി പോലുമില്ലാതെ തിരിച്ചുപോയി. പിന്നെ വന്നു ഒരാള്, പുതിയ അവതാരം, സാലിബ സഖാഫി. മൂപ്പര് പേര് സാലിബ എന്നല്ല, ജാഫർ. മൂപ്പര് പുതിയ ഒരു ഹാസ്യ നടനെ പോലെ കടന്നു. സാലിബ സഖാഫി അയാളും തകർന്നു. ഇതും തകർന്നടിഞ്ഞപ്പോ ഈ സംവാദ വ്യവസ്ഥയിൽ കണ്ടെത്തിയ പുതിയ വിദ്യയാണ് ഒരു നല്ല ഗുണ്ടാ ടീമിനാക്കുക. ഏതുപോലെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, ഒരുപാട് ഈ കടപ്പുറത്തുള്ള പല കാര്യങ്ങൾക്കും ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന പലരും ഉണ്ടാവും. അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ, ഈ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത ആളുകൾ ആദ്യം അവർ കത്തയക്കും, ഇത് ഒറിജിനൽ മുടിയാണെന്ന് അംഗീകരിക്കണം, അല്ല അതുപോലെ ഇത് വേഗം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു കത്തയക്കും. ഇങ്ങനെ കത്ത് വന്നുകൊണ്ട് അവസാനം കത്തൊക്കെ കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ ജപ്തി ചെയ്യാൻ പോകും. എന്നിട്ട് ജപ്തി ചെയ്യാനാണ് ഇവരല്ല, ജപ്തിക്ക് മുമ്പ് പേരോട് ഇങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം പിന്നെ വരാറാണ് കുറച്ച് ഗുണ്ടകളാവര്. നിങ്ങൾ വീട് ഒഴിയേണ്ടി വരും. ഇപ്പോ നമ്മൾ കാണുന്നില്ലേ കുബേര, നമ്മളെ നടപടി കാണുന്നില്ലേ കുബേര. അതുപോലെ അങ്ങനെ സാഹചര്യം വരുന്ന വിധത്തിലേക്ക് ഗുണ്ടകൾ ഇറങ്ങിയിട്ട് പിരിവാണ്. അതുപോലെയാണ് കാന്തപുരം ചെയ്തത്. ഇതാരും അംഗീകരിക്കുന്നില്ല. അവസാനം ഗുണ്ടകളെ
ഗുണ്ടകൾ വന്നിട്ട് രാമന്തലിനെ തച്ചിട്ടായാലും വേണ്ടില്ല ഈ മുടി ഒറിജിനലാന്ന് സമ്മതിക്കും. എന്നെ അടിച്ച് പറിക്കാം, കഴുത്ത് പിടിച്ച് കത്തിയും പിടിച്ച് കടാരിയും പിടിച്ച് നിർത്തിയിട്ട് എന്നോട് പറയടാ ഇത് ഒറിജിനൽ മുടിയാണ്. അതിന് വേറെ ആളെ നോക്കണം, ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. കാന്തപുരത്തെ വിട്ടുപോരുമ്പോൾ തന്നെ ഇതാണ് ആദ്യം മനസ്സ് കണ്ടത്. ഞാൻ പിരിഞ്ഞു പോകുന്ന 3-ാം ദിവസം ചേകനൂർ കേസിലെ പ്രതിയായ ഇല്ലനംസ് എന്ന് പറയുന്ന കീഴ്ശേരിയിലെ വാഹിർ സഖാഫിയെ റൂമിലിട്ട് പൂട്ടിയ അക്രമിയായ ആ മനുഷ്യൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, രാമന്തലി നമ്മൾ തമ്മിൽ വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അവൻ കുറച്ച് ഡയലോഗ് അടിച്ചപ്പോ ഞാൻ അതുപോലത്തെ ഭാഷ അങ്ങനെ തന്നെ അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. അല്ല ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മുമ്പരാണ്ട് ഫോൺ വെച്ചു. ഇവരൊക്കെ ധാരണ അതാണ്. ഇവരിങ്ങനെ പോരുമ്പോഴേക്കും നമ്മളൊക്കെ കയ്യും കാലൊക്കെ സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ടാ വരുന്നതാണ്. എന്റെ മനുഷ്യന്മാർ ഇത് ഞങ്ങൾക്കും ഇല്ലേ? നിങ്ങൾക്ക് മാത്രം അള്ളാ തന്നതാണോ കയ്യും കാലും? അല്ല തന്റെ ഇടം അല്ലെങ്കിൽ മസിൽ പവർ ഇതൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നിങ്ങൾക്കാർക്കും തരാത്തത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം, തലച്ചോറ്. കാരണം ഇവരവസ്ഥയും നമ്മളവസ്ഥയും നമ്മൾ ചിന്തിച്ചു നോക്കൂ. ശംസുൽ ഉലമ പറഞ്ഞ കാര്യം കാന്തപുരത്തിന് തിരിയാൻ 25 കൊല്ലം വേണ്ടി വന്നു. ജമ്മു കസറാക്കേണ്ട ദൂരമുണ്ട് ശംസുൽ ഉലമയും ഇവരും തമ്മിൽ ബുദ്ധിയുടെ കാര്യത്തിൽ. ഇവരുടെ ബുദ്ധിന്റെ കഥയാണ് ഇവരെ ബുദ്ധി. ഗൾഫിൽ നിന്ന് ഉള്ള ആളുകൾ പറയുന്നൊരു കഥയുണ്ട്. എന്താ? പണ്ട് ഒരു പാകിസ്ഥാനിയുടെ കഥ. ഒരു പാകിസ്ഥാനി ബുദ്ധിന്റെ കഥ പറയുന്നത്. ഇവര് നേരെ വന്നിട്ട് എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് നേരെ ഫോൺ വിളിച്ച ആളോട് പറയാം ഞങ്ങൾ തല്ലാൻ വന്നതായിരുന്നു. രഹസ്യമാണ് ഫോണിലൂടെ. ആരാ വിളിക്കുന്നറിയാതെ പറയുന്ന ഈ മരമണ്ടൂസന്മാരെ കാന്തപുരത്തിന്റെ അനുയായികൾ എന്നല്ലാതെ വേറെന്ത് വിളിക്കാനാണ്? ഒരു പാകിസ്ഥാനിയ ഒരു കള്ളൻ പാകിസ്ഥാനികൾ തന്നെ വീട്ടിൽ കയറി. അപ്പൊ പടാണിയാണല്ലോ. അപ്പൊ അയാൾ വീട്ടിൽ കയറിയിട്ട് പിടിച്ചു. ഇയാളെ പിടിച്ചു നിർത്തിയിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ കൂടി ഇയാളെ കൈകെട്ടി നിർത്തിയിട്ട് പോലീസിന്റെ അടുത്തേക്ക് പോയി. പോലീസിനെ വിളിക്കാൻ പോലീസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങളെ വീട്ടിലൊരു കള്ളൻ കയറിയിട്ടുണ്ട്, ആ കള്ളനെ ഞങ്ങൾ കയ്യിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോ കള്ളനെ കയ്യിൽ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവർ ചോദിച്ചു കാല് കെട്ടിയിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇവർ നല്ല കൈ കെട്ടിയാ പോവില്ലല്ലോ, കൈ കെട്ടിയാ പിന്നെ അവിടെ നിൽക്കൂലേ എന്നാണ് പോലീസുകാരോട് പറഞ്ഞത്. പോലീസുകാർ പറഞ്ഞു എടോ കാല് കെട്ടിയിട്ടില്ലെങ്കിൽ പോവാൻ സാധ്യത ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ? സാധ്യതല്ല, ഉറപ്പായിട്ട് പോകും. എന്നാൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. AP കാരെ ബുദ്ധിയല്ലേ? പിടിച്ചവിടെ കൊണ്ടുപോയി. AP വിഭാഗത്തിലെ പൊന്മള AP ഗ്രൂപ്പുകളാണ്, 2 ഗ്രൂപ്പുകളിലെ അതുപോലെ തന്നെയാണ് അവരുടെ ബുദ്ധി. അവരങ്ങനെ നേരെ പോയി നോക്കുമ്പോ ഈ കള്ളൻ കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവരെ കുടുംബത്തിൽ തന്നെ ഇതേ ഗ്രൂപ്പ് പെട്ടതല്ലേ. അപ്പൊ ഇവനെ അറിയില്ല കാലുകൊണ്ട് നടന്നു പോകാന്നുള്ളത്. അതാണ് കാന്തപുരം വിഭാഗത്തിന്റെ ബുദ്ധി. ഇവർ ഈ ബുദ്ധിയില്ലാത്ത ഈ കൗമ് സംവാദ വ്യവസ്ഥകളിലേക്ക് പറഞ്ഞയച്ച ഈ വിഭാഗത്തിന്റെ ബുദ്ധിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്ന അവസാനം ഭീഷണിയായിട്ട് വന്നു. ഭീഷണി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങനെ കുഴപ്പമുണ്ടാക്കി പിരിഞ്ഞു. അടുത്ത് നമ്മൾ ഇങ്ങനെ സംവാദം വെല്ലുവിളിക്കാണ്. വെല്ലുവിളിച്ചാൽ അടുത്ത സംവാദ വ്യവസ്ഥക്ക് ഇവര് വരും. ആരെ കൂട്ടിയിട്ടാ വരിക? കുറച്ചാളുകൾ ഇങ്ങനെ വരും. ഒരു നീളമുള്ള തോർത്ത കൊടുത്തിട്ടാണ് വരിക. നമ്മളിങ്ങനെ വ്യവസ്ഥക്ക് ഇരിക്കും. ഞാൻ തങ്ങളെ ലൈവ് കൊടുക്കാനൊക്കെ റെഡിയായിട്ട് ക്യാമറ കാറ്റിരിക്കും. ഉസ്താദ്മാർ ഞങ്ങളൊക്കെ ഉണ്ടാവും. മധ്യസ്ഥനായി അയലെന്തായാലും ഞാൻ വരും. ഇങ്ങനെയാണെങ്കിൽ ഇനി ഏതായാലും വരും. തല്ലാൻ തന്നെ ഞങ്ങളെ പരിപാടിയും ഞാൻ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കുറെ ആളുകൾ എന്ത് ഈ തോർത്തൊക്കെയായിട്ട് വന്നെന്ന് വെച്ചാൽ പറയും എന്തേ പ്രശ്നം? ഉസ്താദ് പറഞ്ഞാൽ സംവാദ വ്യവസ്ഥക്ക്. ഉസ്താദോ? അതെ, AP ഉസ്താദ്. എന്താ പ്രശ്നം? ഞങ്ങൾ ഉസ്താദ് വെള്ളം വിതരണം ചെയ്യുന്നു, ഞങ്ങളും വെള്ളം വിതരണം ചെയ്യുന്നു. ഉസ്താദിന്റെ കയ്യിൽ ചട്ടിയുണ്ട്, ഞങ്ങളെ കയ്യിലും ചട്ടിയുണ്ട്. ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ ക്യൂ ഉണ്ട്, ഞങ്ങളെ സ്ഥാപനത്തിന്റെ മുന്നിലും ക്യൂ ഉണ്ട്. തെങ്ങ് ചെത്താൻ വരുന്നവരില്ലേ അവര് അടുത്തേൽ അവരെയാണ് പറഞ്ഞേക്കുക. തെങ്ങ് ചെത്താൻ വരുന്നവരില്ലേ, കള്ളി എത്താൻ വരുന്നവർ, അവരെ കയ്യിലുണ്ടാവില്ല ഒരു ചട്ടി. ഇതൊക്കെ ആയിട്ട് ഒരു വിഭാഗത്തെയാണ് വേണ്ടി വന്നാൽ ഒരുപക്ഷെ ഇനിയൊരു സംവാദ വ്യവസ്ഥ നടന്നാൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള അതാണ്. അങ്ങനെ ഒരു വിഭാഗത്തെയാണ് ഇവർ പറഞ്ഞേക്കാൻ പോകുന്നത്. ആ വിധത്തിലേക്ക് വളരെ തരം താഴ്ന്ന പണ്ഡിതോചിത ചർച്ച നടക്കുമ്പോ ഗുണ്ടകളെ പറഞ്ഞാൽ എന്താ നേടാണ്ടത് നിങ്ങൾക്ക്? എന്നിട്ടോ ഗുണ്ടനെ പറയാ തല്ലാനാ പോയത്, നടത്തിയ സംവാദമാണെങ്കിലോ പരാജയമാണ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. അയാളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മാത്രം ബർക്കത്തൊന്നും ആ സാധനത്തിനില്ല. അതുകൊണ്ട് കേട്ടാ മതി. തൽക്കാലം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ അയാൾ പറയുന്നതെന്ന് കേൾക്കണമല്ലോ. AP വിഭാഗത്തിന്റെ ഗുണ്ടാ മുഫ്തി പറയുന്നത് കേട്ടോളൂ. ഒരു ഫോൺ സംഭാഷണം.
ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹംസക്കല്ലത്? അതെ. ഞാന് സൗദി അൽക്കസിം വിളിക്കാണ്. ഈ സംവാദ വ്യവസ്ഥയിൽ വന്ന ഒരു ചുവന്ന ടീഷർട്ട് ഇട്ട ഒരാളുണ്ട്. അയാളാണ് ഈ ഹംസ. അയാൾ സൗദിയിലാണ് ജോലി, ഇപ്പൊ നാട്ടിൽ വന്നാണ്. അയാളെ ജോലി അയാൾ പറയുന്നുണ്ട് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുക, വ്യാജ ഇഖാമ ഉണ്ടാക്കുക. പിന്നെ അയാളല്ലേ സംവാദത്തിന് വരേണ്ട വ്യാജ മുടിക്ക് വേണ്ടി? എന്തൊരു ചേർച്ച നിങ്ങൾ നോക്കുക. അയാൾ പറയുന്നതാ കേട്ടോളൂ. എന്നിട്ട് ഇപ്പൊ AP-കാർ പറയുന്നുണ്ട് അയാൾ സൗദിയിൽ കുടുങ്ങിയ പാവങ്ങളെ രക്ഷിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. എങ്ങനെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി കയറ്റി അയച്ചിട്ട് പാവങ്ങളെ രക്ഷിക്കുക? ജയിലിൽ കിടക്കാനുള്ള കാരണം സൗദി കിടന്ന ഒന്നുമില്ലെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കും അവിടെ പോയി അവിടെ കിടന്ന് വഫാത്താവാ, അവിടുന്ന് മരിക്കാം. ഇത് ജയിലിൽ കിടക്കേണ്ട പണിയെടുത്ത് കൊടുക്കുന്ന ആളാണത്രേ. എന്നിട്ട് അതിന്റെ ബാക്കിൽ നാണില്ല ഈ കൗമിന്. എന്നിട്ട് ഇതൊക്കെ ഇയാൾ തുറന്നു പറഞ്ഞിട്ടും ഇവർ പറയാണ് അയാൾ പാവം മനുഷ്യനാണ്. ആ പാവം മനുഷ്യന്റെ ക്രൂരതകളൊന്നും കേട്ടോളൂ. വളരെ നന്നായിട്ട് അയാൾ പറയുന്നുണ്ട്. കൃത്യമായി തന്നെ നമ്മളെ കുട്ടികൾ അയാളെ ശരിക്കും വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രായം കൂടിയ ഒരാളുണ്ട്, 10, 60, 65 വയസ്സുള്ള ഒരാളുണ്ട്. അപ്പൊ മൂപ്പർക്ക് പിന്നെ ഇഖാമ ഇല്ലാന്ന് വെച്ചാല് പിന്നെ ഇഖാമ പുതുക്കേണ്ടിട്ട് കഫീലിന് പൈസ ഇഖാമയൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങി കഫീൽ പോയതാണ്. ഇപ്പൊ കഫീൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, പിന്നെ ആയിട്ട് പുതുക്കി കൊടുക്കുന്നുമില്ല. അപ്പൊ അവര് പിന്നെ ഇവിടെ ഒരു കടയിലായിരുന്നു ആദ്യം. ഇപ്പൊ പ്രൊഫഷന് ആദ്യം ഏതായാലും ഓർമ്മയില്ല. അവള് ഇതിലായിരുന്നു, മസ്രയിലായിരുന്നു. ഇഖാമ ഡേറ്റ് കഴിഞ്ഞിട്ടൊരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗഫീലിന് ഇല്ലാതെ വെക്കാൻ പറ്റെങ്കിലും അതൊക്കെ വേണം. 10 രൂപ കൂടെ ആണോ നോക്കണം. പുതുക്കാന്ന് വേണ്ടി അടിച്ചിട്ടടിച്ച് പോരാ. പാസ്പോർട്ട് ഒന്നും ഇല്ല കയ്യില്? ഇല്ലില്ല, ഒന്നുമില്ല. പിന്നെ ആളെങ്ങനെ ജയിലിൽ കൂടെ പോകാനുള്ളത് പിന്നെ മാനസികാവസ്ഥയിലുണ്ടല്ലോ? അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അസുഖാണ്, അതാണ് പ്രശ്നം. മൂപ്പര് കിടപ്പ് തന്നെയാണ്, ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങള് റൂമിലുള്ളവരൊക്കെ കൂടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലൊന്നും കഴിക്കുന്നില്ല. പിന്നെ നാട്ടിലും അതേമാതിരി ഒരു പാവ ഇതാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിടാൻ ഇങ്ങനെ ആലോചിച്ച് ഓരോരുത്തരാളെ വിളിച്ചിങ്ങനെ ഇതാക്കിയാലാണ് ഈ നമ്പർ കിട്ടിയങ്ങളെ. എന്താ കാശ് അവിടെ റിയാദ് കൂടെ പോകുന്നുണ്ട്, ദമ്മാമൂരും പോകുന്നുണ്ട്. അവിടെ 6 റുപ്യ 6,500 ഒക്കെ ആവും ടിക്കറ്റിന്റെ പുറമെ. എത്ര? 6,500 റിയാലും ടിക്കറ്റ് ഒക്കെ ആവും അങ്ങനെ പോവാന്. പിന്നെ പുറത്തും കൊടുത്ത് പോകാനുള്ള ഒരൊറ്റ ചോയ്സ് പൈസ ഇല്ലാതെ കാണുന്നുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ വേറെ ഇതിൽ പോകാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും 6-8 റുപ്യ ഉണ്ടായാലും ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, പാസ്പോർട്ട് ഉണ്ടാക്കിയാണ്ട് പിന്നെ വിടാം. അതെ, ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തരാളും ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇപ്പം വിടാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പോഴാണ് നിങ്ങളെ നമ്പർ നമ്മളെ പിന്നെ ഈ സംഘടന കാശ് പോയിട്ട് കാശ് കൊടുത്താൽ മതി. 8 റുപ്യ ആവും. പിന്നെ കഴിഞ്ഞിട്ട് ടിക്കറ്റിനുള്ള കാശ് 2 റുപ്യ കൊടുത്താൽ പിന്നെ 2 റുപ്യ ടിക്കറ്റും പാസ്പോർട്ട് ഉണ്ടാക്കലൊക്കെ പറഞ്ഞ് 2 റുപ്യ ചെലവ് വരും. പിന്നെ ഇതൊക്കെ പറഞ്ഞ കേരളവും ടിക്കറ്റൊക്കെ പറഞ്ഞ 6 റുപ്യ 8 റുപ്യ ആവും മൊത്തം. അത് നമുക്ക് പിടുത്തം കൊടുക്കാൻ. ഒരു വീട്ടിൽ കിടക്കുന്ന സാധുവിന്റെ കഥയാ പറയുന്നത്. 1 ലക്ഷം റുപ്യ മുമ്പ് ആ സമയം കൊണ്ട് ഉണ്ടാക്കി. കേട്ടോളൂ. ഇങ്ങനെ പോവാ, പിടുത്തം കൊടുക്കാതെ എയർപോർട്ടിൽ കൂടെ പോവാം ടിക്കറ്റ് എടുത്തിട്ട്. പിന്നെ എന്നാ ഞങ്ങള് നോക്കട്ടെ, ചെക്കന്മാരോടും കൂടിയിട്ട് കുറച്ച് പൈസ ഇടുന്നെങ്കിലൊക്കെ വാങ്ങിട്ട് ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിക്കാം എവിടുന്നെങ്കിലും ഒരാളെ കിട്ടാണ്ടിട്ട്. അപ്പോഴാണ് ഇങ്ങനെ സംഘടനയുടെ ഇതിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുവാണ് നിങ്ങളെ നമ്പർ ഇട്ടില്. ചോദിച്ചോ ഇങ്ങനെ അന്വേഷിച്ചിട്ട് നിങ്ങൾ വിളിക്കണ്ടിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ ജില്ലയിലെത്തും. നിങ്ങളൊരാഴ്ച കഴിഞ്ഞാലെത്തും. നിങ്ങൾ ഇന്നോ നാളായിട്ടും വരുന്നു പറഞ്ഞിരുന്നു മൂപ്പറേ. 057373 ജില്ല നമ്പർ. പിന്നെ അല്ല നിങ്ങള് പിന്നെ നാട്ടിലെ കുറെ പോയിട്ട്? ഞാൻ പോയിട്ട് പറയായിട്ടില്ല, അങ്ങനെ നോക്കലുള്ളൂ. നോക്കുള്ളൂ. നിങ്ങളും പിന്നെ നിങ്ങള് മെഞ്ഞാന്ന് പരിപാടിക്ക് പോയിട്ടുണ്ടോ? പരിപാടി ഉണ്ട്. എന്നോട് പറഞ്ഞു സാദ് പറഞ്ഞു ഇങ്ങനെ പിന്നെ മൂപ്പറ് പരിപാടിന്റെ തിരക്കിലിരിക്കുന്നു. അപ്പൊ ഞാൻ മെഞ്ഞാന്ന് വിളിക്കാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ മൂപ്പറ് പറഞ്ഞ പരിപാടിന്റെ തിരക്കിലിരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നു പിന്നെ നാളായിട്ട് വിളിക്കാന്ന് ചോദിച്ചാ. അങ്ങനെ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ എടുത്തില്ല. അപ്പൊ ഇന്ന് വിളിച്ച. പിന്നെ എങ്ങനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ? നോക്കണ്ട നോക്കണ്ട. എങ്ങനെ
സംവാദ വ്യവസ്ഥ അത് നോക്കണ്ട, അത് കാര്യമില്ലാത്ത പണിയാണ്. എന്നാലേ SSFകാരാ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ഗുണ്ടാ മുഫ്തി, നിങ്ങൾ സംവാദത്തിന് പറഞ്ഞയച്ച വ്യക്തി, നിങ്ങൾ ആലിമായി അംഗീകരിക്കുന്ന ആ ഗുണ്ട, അയാൾ പറഞ്ഞത് അത് കാര്യമില്ലാത്ത പണിയാണ്. എന്നാൽ ഞങ്ങൾക്കത് കാര്യമുള്ള പണിയാണ്. ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിങ്ങളുണ്ടാക്കിയ വ്യാജത്വത്തിനെതിരെയുള്ള ഇബാദത്താകുന്ന പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് ഇത് കാര്യമില്ലാത്ത പണിയല്ല. കേട്ടോളൂ, ബാക്കി കൂടി പറയട്ടെ. ഇങ്ങളെ എന്നിട്ട് മൂപ്പർ പറഞ്ഞു, അതാ ഒരു ചോന്ന ഷർട്ട് ഇട്ടിരിക്കുന്നല്ല, അതാണ് മൂപ്പർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങളിരുന്നത് ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു നിങ്ങളെ. പിന്നെ ചോന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ലുക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നോക്കണ്ട, വല്ലാൻ പോയത് ആളും പിന്നെ കല്ലുള്ള ആളും പിന്നെ അമലെന്ന് കാണാൻ വേണ്ടി പോയത്. ഇത് നോക്കണ്ട, വല്ലാൻ പോയത് ആളും പിന്നെ കല്ലുള്ള ആളും പിന്നെ അമലെന്ന് കാണാൻ വേണ്ടി പോയത്. കാണാനേ ഞാൻ എന്റെ നാട്ടിലുണ്ടാവും, അങ്ങോട്ട് പോരി. ഇത്ര കഷ്ടപ്പെട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാക്കിയ പരിപാടി പോകണ്ട. നല്ല ചായയൊക്കെ തന്ന് ബൂസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് നന്നായി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ. അതിന്റെ ബാക്കിയും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. എന്താ സംഭവം അവിടെ നിങ്ങളെ പുളിക്കൽ അങ്ങനെ ഒരു ഇത് എന്താണ് സംഭവം? അത് നോക്കണ്ട, അത് ആളുകൾ ഭയങ്കര സ്ട്രോങ് അല്ല ആൾക്കാർ. പക്ഷെ കാര്യം എഴുതി കൊടുക്കുന്ന വർത്താനൊന്നും അതൊന്നും വെറുതെ പറഞ്ഞിട്ടില്ല. അത് നോക്കിയിട്ടില്ല, അത് വെറുതെ കാശ് വേണ്ട. അതുപോലെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന ജില്ലയിലെ നമ്പർ ഇരിക്കില്ല. ഇതിപ്പോ വിളിച്ചാൽ 05073735449 ചോദിച്ചാൽ മതി. ജില്ലയിൽ വിളിച്ച് കൺസൾട്ട് 057372 ഓക്കെ. ഞാൻ എപ്പോഴും നിങ്ങളെത്താ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല? ഒരാഴ്ച ഞാൻ ജിദ്ദയിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ പരിപാടിന്റെ റെക്കോർഡ് നിങ്ങളെടുത്തിട്ടുണ്ടോ? അതൊക്കെ ഇതിലുണ്ടാവും. പിന്നെ യൂട്യൂബിൽ അവരിട്ടതല്ല, അവരിനിപ്പോ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവോ എന്തെന്നാന്ന് അറിയില്ലല്ലോ. കണ്ടാ മതി. കട്ട് ചെയ്താൽ കട്ട് ചെയ്യാത്തത് ഓല് പിന്നെ പറയും നമ്മൾ പിന്നെ സനത് വേണോന്നും ചോദിക്കും. അതല്ലാണ്ട് വേറെ ഈ 2 മണിക്കൂറായിട്ട് എന്താ ചോദിച്ചത്? അതൊന്നും കാര്യം, അതൊന്നും വെറുതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോമഡാക്കാൻ. അല്ലാതെ തെളിയിക്കാൻ കഴിയില്ല, നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതൊക്കെ വെറുതെ വിഷയങ്ങൾ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അവർക്ക് തെളിയിക്കാൻ കഴിയില്ല, നമുക്ക്. എന്നാലും മോനെ ഇവിടെയും വന്നോളി, ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ലെന്ന് നിങ്ങളെ ഗുണ്ടാ മുഫ്തി സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാം ആളെ കോമഡിയാക്കാനാ വരും. ഇവരാരാ കോമഡി ആർട്ടിസ്റ്റുകളാ? ആളെ കോമഡിയാക്കാനാണ് അത്ര ഇവർ പോയത്. ഒരു സമുദായത്തെ മുഴുവൻ ഇരുത്തി ഒരു ദിവസം 3 മണിക്കൂർ പണ്ഡിതന്മാരുടെ സമൂഹത്തിന് വിലപ്പെട്ട സമയം അത് കവർന്നെടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ പറയാണ് വെറുതെ ഞങ്ങൾ സമയം കളഞ്ഞതാണത് എന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്കിത് പറയാൻ. നിങ്ങൾ ഏത് സമുദായത്തിന്റെ ഭാഗ, നിങ്ങൾ ഏത് സമുദായത്തിന്റെ ഭാഗ നിങ്ങൾക്കറിയാം. അത് താനൂരിൽ തന്നെ പറയണം. ഇതാ താനൂരിൽ നിന്നിറങ്ങിയ, താനൂരിൽ നിന്ന് ചിലത് നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയത്തിന് ശക്തി പോരെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് നേരെ അട്ടഹാസവുമായി വന്ന് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ അൽ-ഇസാബക്കാരി കേട്ടോളൂ. മലപ്പുറത്ത് വെച്ച് നടന്ന മിനിയാന്ന് നടന്ന പ്രകടനമില്ലേ, മോദിക്ക് അനുകൂലമായി നടത്തിയ പ്രകടനം. എന്താ? ഭാരതീയ ന്യൂനപക്ഷ മോർച്ച. ഈ ന്യൂനപക്ഷ മോർച്ചയുടെ പരിപാടിയിൽ ഫൈസൽ മുസ്ലിയാർ എന്ന ഈ നാട്ടുകാരൻ പങ്കെടുത്തിട്ടില്ലേ? ഈ മാതൃഭൂമിയിൽ കാണുന്ന ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലേ? എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഈ നാട്ടിലെ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകനായ ഫൈസൽ മുസ്ലിയാർ എന്ന ഇവിടെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തി, ആ വ്യക്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലേ? ലവ് ബേർഡ്സ് മൊബൈൽ ഷോപ്പ് നടത്തുന്ന അതിന്റെ ഉടമ. അയാളെ എനിക്ക് പറ്റുമെങ്കിൽ കേസ് കൊടുത്തോട്ടെ പോയിട്ട്. അയാൾ പങ്കെടുത്തു ഇതിനകത്തുണ്ട്. ഫൈസൽ മുസ്ലിയാർ പങ്കെടുത്തത് ഇതിലുണ്ട്, ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. ഞാൻ ചോദിക്കുന്നു, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം കേരളത്തിലും പുറത്തുമായി മോദിക്ക് അനുകൂലമായി പറയുന്നു, പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞപ്പോ പരിഹസിച്ച് തള്ളിയവരോടാണ് ചോദിക്കുന്നത്. ഈ മണ്ണിൽ നിന്നാ ചോദിക്കുന്നത്, താനൂരിൽ നിന്നാ ചോദിക്കുന്നത്, ഈ ഫൈസൽ മുസ്ലിയാരുടെ മണ്ണിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലവ് ബേർഡ്സ് എന്ന കടയുള്ള നഗരത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ചോദിക്കുന്നത്? പറയൂ മറുപടി. കാന്തപുരത്തിന്റെ അനുയായികളോടാണ് ചോദിക്കുന്നത്. 5000-ഓ 10,000-ഓ ആളുകളെ കൊന്നൊടുക്കിയ മോദി എന്ന് പറയുന്ന ഗുജറാത്തിന്റെ പഴയ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് 5 കോടി വാങ്ങി വന്ന കാന്തപുരം മോഡിയുടെ ഏജന്റാണെന്ന് നമ്മൾ പറഞ്ഞപ്പോ പരിഹാസത്തോടെ പള്ളികളോടാണ് ചോദിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരെ ഭാരതീയ ന്യൂനപക്ഷ മോർച്ചയുടെ ഈ പരിപാടിയിലേക്ക് പറഞ്ഞയച്ചത് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? പറയൂ. മാതൃഭൂമിയിൽ വാർത്ത വന്നപ്പോ എന്തുകൊണ്ട് അല്ലിസാദക്കാരെ നിങ്ങൾക്കൊരു പത്രസമ്മേളനം നടത്തിയിട്ട് അയാൾ ഞങ്ങളുടെ പ്രവർത്തകനല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നത്. പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ലാതിരുന്നത് കൊണ്ടില്ല. ഈ പത്രങ്ങളിൽ മാതൃഭൂമിയുണ്ട്, മനോരമയുണ്ട്, 2 പത്രങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഈ 2 പത്രവും വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് ഇവരാണത്ര സമുദായത്തിന് രാഷ്ട്രീയവും സാമൂഹികമായ ചുറ്റുപാടുകളൊക്കെ പഠിപ്പിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ ബന്ധമുള്ളത്? നിങ്ങൾ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. സമസ്തയെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. പക്ഷേ സമസ്തയ്ക്കൊരു കാഴ്ചപ്പാടുണ്ട്. സമുദായത്തിന് ആവശ്യമുള്ളതൊരിക്കലും തകരാൻ പാടില്ലെന്നും തകരേണ്ടതൊന്നും നിലനിൽക്കാൻ പാടില്ലെന്നും സമുദായത്തിന്റെ സംഘടനയായ സമസ്തയുടെ തീരുമാനമാണ്. തകരേണ്ടത് തകരണം, തളരേണ്ടത് തളരണം. തകരാൻ പാടില്ലാത്ത സമുദായത്തിന് അനിവാര്യമായത് നിലനിൽക്കണം. അതിൽ മുസ്ലിം ലീഗ് നിലനിൽക്കണം എന്നത് സമുദായത്തിന്റെ ആവശ്യമാണ്. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ AP വിഭാഗത്തിന് തന്നെ പല കാര്യങ്ങളും ഇപ്പൊ തന്നെ നിങ്ങൾ നോളജ് സിറ്റിക്ക് തറക്കല്ലിടാൻ കുറെ മന്ത്രിമാരെ കിട്ടി. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെല്ലാം കിട്ടിയത് നാണുണ്ടോ? നിങ്ങൾ മറ്റു പല സ്ഥലത്തും പോയി പറയും ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകളാണ്, അതിനെ പിന്തുണക്കുന്നവരാണെന്ന് പറയും. പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഈ നാട്ടിലിട്ട് എത്ര നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്? പറയൂ നിങ്ങൾ മറുപടി. SKS നിങ്ങൾ വിട്ടോളി. SKS നിങ്ങൾ ആക്രമിച്ചോ? നിങ്ങളെ കണ്ണിലെ കരടല്ലേ? പക്ഷെ നിങ്ങൾ എന്താ പറയാറുള്ളത്? നിങ്ങൾ പറയാറുള്ളത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരല്ലേ? നിങ്ങൾക്ക് എന്ത് മുസ്ലിം ലീഗ് സ്നേഹമാണോ ഉള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെ ഇവർ വഞ്ചിക്കും. ഒരിക്കൽ നിങ്ങൾ ഇവർ വഞ്ചിച്ചിട്ടുണ്ട്. എന്നാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, TK ഹംസാക്ക ദേശാഭിമാനിയിലൊരു ലേഖനം എഴുതി. അതിൽ TK ഹംസാക്ക പറഞ്ഞു, ഈ മുടി എന്തേ കത്തിക്കാത്തതെന്ന് മൂപ്പരും ചോദിക്കാം. കത്തിച്ചാൽ കാന്തപുരത്തിന്റെ ലക്ഷ്യം ഇല്ലാതാകുമെന്ന് പറഞ്ഞത് എന്റെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ TK ഹംസയാണ്. ഹംസാക്കക്ക് സത്യം അറിയാം, അതല്ലേ ഹംസാക്ക പറഞ്ഞത്? അതാക്കാവുമില്ല മൂപ്പര് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇവരെ താങ്ങിക്കൊടുക്കണോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട SSFകാരാ, നിങ്ങൾ ഇന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ സമുദായത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള കളിയാണ്. ഇവിടെയുള്ള CPM-ന്റെ പ്രവർത്തകർ പ്രസംഗിച്ചത്രേ. CPM-ന്റെ പതാക വിജയനല്ലേ DYFI-യുടെ നേതാവ് അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, രാഷ്ട്രീയ മര്യാദകൾ നിങ്ങൾ പാലിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്രേ, DYFI-യുടെ പതാകയുടെ CPM-ന്റെ പതാകയ്ക്ക് മുകളിൽ ഞങ്ങൾ SSF-ന്റെ പതാക കൂട്ടിക്കെട്ടുമെന്ന് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞത്രേ. നാട്ടുകാരെ സാക്ഷ്യത്തില്ല പറയുന്നത്. അമേരിക്കയിൽ നിന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഈ നാട്ടുകാരെ മുന്നിൽ ഞാൻ പറയുന്നത്. ഇത് തന്നെ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ റെഡിയായില്ലേ? ഞങ്ങൾ തന്നെ പറഞ്ഞത് കാന്തപുരം നടത്തുന്ന പണി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് മുസ്ലിം ലീഗിന്റെയും അല്ലാത്തതുമായ പ്രവർത്തകരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് ജയൻ തുറന്നു പറഞ്ഞു. താങ്ക്സ്, നിങ്ങൾക്ക് നന്ദി ജയൻ സാറേ. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങളെ രാഷ്ട്രീയ പറഞ്ഞത്, നിങ്ങളെ കാഴ്ചപ്പാട്, നിങ്ങൾ ധരിച്ചത് അങ്ങനെയാണ്. എന്നാൽ അതും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെയും വെറ്റി വരും, നിങ്ങളെയും വിൽക്കുവരും. മുസ്ലിം ലീഗിന്റെ പിന്നാലെ കുറെ കൂടി നോക്കി. പക്ഷെ മുസ്ലിം ലീഗിന്റെ അജയ്യരും ചിന്തിക്കുന്ന നേതാക്കളും ഇയാളെ തിരിച്ചറിഞ്ഞിരുന്നു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാകുമ്പോ ആരും ഒന്നും പറയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത സമയത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിലെ അനുഗ്രഹീതരായ വഫാത്തായിപ്പോയ മഹാനവറുകൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ഖബറിടം അല്ലാഹു സന്തോഷപ്രദമാക്കുകയും ദറജ ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത്? തങ്ങളുടെ ഒരു ആ ജീവിത കാലഘട്ടത്തിൽ തങ്ങൾ കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഈ മുസ്ലിം ലീഗിനെതിരായി പ്രവർത്തിക്കുന്ന, സമസ്തക്കെതിരായി പ്രവർത്തിക്കുന്ന കാന്തപുരത്തിന്റെ വേദികളിലേക്ക്, സംഘടനകളുടെ പരിപാടിയിലേക്ക് പോകാൻ പാടില്ല എന്ന് കൃത്യമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ, ഞങ്ങൾ ജയം പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരുടെ ലക്ഷ്യം നേടിയിട്ട് നിങ്ങളെ തള്ളിപ്പറയും. അതിന്റെ തെളിവ് ഒരുപാടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടത്താണി സാഹിബ് മത്സരിക്കാനിറങ്ങിയപ്പോ എന്നെയാ ചുമതലപ്പെടുത്തി, എന്നെയും മോയൻ തരുവണയാ ചുമതലപ്പെടുത്തിയത് മുഖപത്രം ഇറക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എവിടേക്ക് മുഖപത്രം ഇറങ്ങിയത്?
എന്നിട്ട് അന്ന് ഉസ്താദ് പറഞ്ഞു, എന്താ പറഞ്ഞത് ഉസ്താദ്? യാ എം പി എന്ന് വിളിച്ചത്ര മൂപ്പരെ. യാ എം പി എന്നായിരിക്കും, ഒന്നുമില്ലാതായി പോയോനെ. യാ എം പി എന്ന് വിളിച്ചു. അപ്പൊ യാ എം പി എന്ന് വിളിച്ചിട്ട് മൂപ്പരെ രംഗത്തിറക്കി. അയാൾക്ക് വേണ്ടി മുഖപത്രം ഇറക്കി ഞങ്ങൾ. മുഖപത്രം എന്നാൽ എന്റെ നാട്ടിലെ ഒരു പത്രത്തിന്റെ പേരാത്. അതിന്റെ ഡിക്ലറേഷൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇറക്കി കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം. ഹുസൈൻ എണ്ണത്താണ്. എന്നിട്ട് മൂപ്പര് നമ്മളോട് പറഞ്ഞു തന്നു, എന്തായാലും ജയിക്കും, 72,000 വോട്ടിന് ജയിക്കും. വോട്ടെണ്ണാൻ തുടങ്ങിയപ്പോ ഞാൻ ഫോൺ ഓഫ് ചെയ്തു. കാരണം അങ്ങനെ വോട്ട് ഭൂരിപക്ഷം ഇങ്ങനെ കൂടല്ലേ, മൂപ്പരിക്കല്ല ഇടിക്ക്. ഞാൻ മെല്ലെ ഫോൺ ഓഫ് ചെയ്തു. അല്ല, ഉസ്താദ് പറഞ്ഞാൽ എം പി ആവുന്നില്ല, എനിക്ക് ഓർമ്മയില്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ മൂപ്പര് എം പി സ്ഥാനം കഴിഞ്ഞത്? ആര്? രണ്ടത്താണ് പറഞ്ഞിട്ട്. എന്റെ പാവപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ ഇയാൾ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഇയാളെ കണ്ടവരൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളെ ഇത് രാഷ്ട്രീയ വിമർശനമല്ല, സതുപദേശത്തോടെയുള്ള സതുപദേശമാണ്. നിങ്ങൾക്കറിയില്ല അയാളെ, ഞങ്ങൾക്കറിയാം. തൊട്ടു മൂപ്പര് ഒരുപാട് മഹത്വം പറഞ്ഞു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂപ്പര് KSRTC ബസ്സിന്റെ വകുപ്പില്ല. മൂപ്പര് വകുപ്പൊക്കെ പോയി. അവസാനം ഒരു വകുപ്പ് ബാക്കിയുണ്ട്, SSF തുടച്ചു മാറ്റുന്ന പണി. എന്താണ്? മാലിന്യ നിർമ്മാർജ്ജനം. ആ വകുപ്പ് മൂപ്പർക്ക് ബാക്കിയുള്ളൂ. പിന്നെ നമ്മളെ പഴയ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ സാർ, അദ്ദേഹത്തോട് പറയാനുള്ള, അദ്ദേഹത്തെ കൊണ്ട് ഏതൊക്കെ പരിപാടി പങ്കെടുപ്പിച്ച് മൂപ്പര് പറഞ്ഞു, എന്റെ വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ ഞാൻ ഉപദേശം തേടാറുണ്ട് കാന്തപുരത്തോട്. അതാ മൂപ്പര് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ആഭ്യന്തരമില്ല, അതും പോയി. പിന്നെ അതാ വരുന്നു KPCC പ്രസിഡന്റായിരുന്ന ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സാറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, മർക്കസ് അങ്ങനെയാണ്, ഞങ്ങൾ സഹായിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ജനങ്ങളെ പ്രതികരണം കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി, എന്റെ 2 മുൻഗാമികൾക്ക് അനുഭവിച്ചതുപോലെ എനിക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ വേഗം ഇത് തിരുത്തി പറയാനാ നല്ലത് എന്ന ബോധത്തോടെ മൂപ്പരോട് തിരുത്തി മൂപ്പർ രക്ഷപ്പെട്ടു. ഈ കൗമ് ഇയാളെ ആര് തൊട്ടോ അവരൊക്കെ കഷ്ടപ്പെടും. ഈ ഹുസൈൻ എണ്ണത്താണി നല്ല നിലയിൽ ഒരു ലെക്ചറും ഒക്കെ ആയിട്ട് പോകുന്ന ആളായിരുന്നു. അയാൾ ഒന്നുമല്ലാതാക്കി മാറ്റി. അങ്ങനെ ഇയാളെ പിന്തുണച്ചു ലീഗിനെ തകർക്കാൻ വേണ്ടി. ഇങ്ങനെ ലീഗിനെതിരെ ഒരുപാട് കാലം കലാപക്കൊടിയേറിയ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് കേൾക്കുന്നുണ്ടല്ലോ ഓൺലൈനിലും അല്ലാത്തതുമൊക്കെ ആയ സുഹൃത്തുക്കൾ, ഇവരെന്താ ഇപ്പൊ പറയാറുള്ളത്? ഞങ്ങൾ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ എന്തിനാ താനൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് നേരെ, അവരുടെ വീടുകൾക്ക് നേരെ അക്രമത്തിന്റെ കുന്തമുനയുമായി നടന്നത്? പറയൂ മറുപടി. നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ഒരുപാട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കേരള യാത്ര നടത്തി കാന്തപുരം. ഇപ്പൊ കേരള യാത്ര ഇങ്ങനെ നടത്തി ഉഷാറായി പോന്നിട്ട് കുറെ ഇങ്ങോട്ടെത്തിയപ്പോ ഒരു സ്വാമി ഉണ്ടായിരുന്നു കൂടെ. കേരള യാത്ര ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരു സ്വാമി ഉണ്ടായിരുന്നു. കുറെ ഇങ്ങോട്ടെത്തിയപ്പോ സ്വാമി പറഞ്ഞു ഒരു സമ്മേളനത്തിൽ, ഇവരിങ്ങനെ തക്ബീറില്ലല്ലോ, ഞാനേ കാന്തപുരത്തെ കുറിച്ച് വ്യക്തമായ ബോധത്തോടെ സംസാരിച്ചു. നിങ്ങൾ ആവേശം കൊള്ളിച്ചുകൊണ്ടൊന്നുമല്ല, ഞാൻ പഠിച്ചിട്ട് തന്നെ പറയുന്നത് എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, കാന്തപുരം കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ്. അപ്പൊ പഠിച്ചിട്ട് പറഞ്ഞെന്നാ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചാൽ എന്താണ് ഇയാൾ പഠിച്ചിട്ടുണ്ടാവുക? അപ്പോഴാണ് ഞാനിങ്ങനെ പഠിച്ചു നോക്കി. ഹിന്ദു വിശ്വാസികൾ തന്നെ ചെറുപ്പത്തിലെ കഥകളൊക്കെ പറയുന്നിടത്ത് ചെറുപ്പത്തിലെ വികൃതികളെ കുറിച്ച് പറയുന്നത് ശ്രീകൃഷ്ണന്റെ. എന്തായാലും ഒന്നാമത്തെ പ്രധാനമായി പറയുന്നത് വെണ്ണ എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞാൻ പരിഹസിക്കാൻ പറയല്ല, ഇത് ഹിന്ദുക്കളും അംഗീകരിച്ച് പറയുന്ന ചെറുപ്പകാലത്തെ വികൃതിയാണ്. വെണ്ണ മോഷ്ടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, വിമോചനയാത്ര ഈ സ്വാമി കേൾക്കുന്നുണ്ട്. വിമോചനയാത്രയിൽ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ടെന്ന് തൊട്ടുബാക്കിൽ. അപ്പൊ സ്വാമി ഇതൊക്കെ കേട്ടിരുന്നു. അങ്ങനെ സ്വാമിക്ക് തന്നെ തോന്നി, ഇയാളെ സദസ്സിൽ തന്നെ ഇയാൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അങ്ങനെ ശ്രീകൃഷ്ണൻ. എന്നിട്ട് നാണമില്ലാതെ അത് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ആ പ്രസംഗം കൊണ്ടുനടക്കാൻ. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത്രമേൽ തരണ്ട എന്ന രൂപത്തിലേക്ക് പലരും ഇയാളെ പരിഹസിച്ചതുപോലും അനുയായികൾ തക്ബീറാണ്. പിന്നെയും തക്ബീർ. എന്തിനാ നാണമില്ലാത്ത പഠിക്കുന്നത്? എന്തിനാ ഈ നാണവും മാനവും ഇല്ലാത്ത പണിക്കുന്നത്? ലോക ചരിത്രത്തിൽ ഇത്രയേറെ സമൂഹം അപമാനിച്ച, ശിഷ്യന്മാർ അപമാനിച്ച ഒരു നേതാവും ഉണ്ടാവില്ല കാന്തപുരത്തെ പോലെ മറ്റൊരാളും.
എന്നിട്ട് ഇത് പറഞ്ഞു നടക്കുമ്പോൾ ഇവർ പറയും, ഞങ്ങളെ ഉസ്താദിന്റെ കയ്യിലേക്ക് തിരുമുടി കിട്ടിയിട്ടില്ലേ? ഉസ്താദിന്റെ കയ്യിൽ തിരുമുടി കിട്ടി ബോംബെയിലെ ജാലിയവാല എന്ന മഹാനിൽ നിന്ന്. ഉസ്താദിന്റെ ശേഷം മുറബിയുമായ ജാലിയവാല കൊടുത്ത മുടി കിട്ടി. ഈ മുടി കിട്ടിയപ്പോ ഞങ്ങൾ ഉസ്താദ് ലോകത്തെ ഏറ്റവും വലിയ മഹാനായി. ഞങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ ഇന്ന് ആ മുടി കിട്ടിയതിനു ശേഷമാണ് ഉസ്താദിന്റെ ഉന്നതികൾ ഓരോന്നായി ഉണ്ടായത്. ഉസ്താദിന് ഒരുപാട് പുരോഗതി ഉണ്ടായത് അതാണ്. അതുകൊണ്ട് ഉസ്താദിനെ എതിർക്കുന്നവരാരെതിർത്താലും അവന്റെ ആഖിറം സൂക്ഷിച്ചോട്ടെ, അവന്റെ ഈമാൻ സൂക്ഷിച്ചോട്ടെ, അവൻ നരകാവകാശിയാകുന്നതിനെ സൂക്ഷിച്ചോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നീട്ടി വലിച്ചു പറഞ്ഞിട്ട് പറയും, ഉസ്താദിന് ഈ മുടി കിട്ടിയോണ്ടാണ് അത്രേ മൂപ്പര് മഹാനായത്. എനിക്കത് കേൾക്കുമ്പോൾ ശരിയാ വരാറില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തങ്ങന്മാരെ കൂടെ ഉണ്ട്. ഞാൻ തങ്ങളെ ചെറുതാക്കി കാണിക്കൊന്നല്ല. എന്നാലും ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആള് എ പി അബൂബക്കർ മുസ്ലിയാരാണ്. ബോംബെയിൽ നിന്ന് 3 മുടി കിട്ടി, മൂപ്പരയിൽ 2 ഉണ്ട്. എന്നാ പിന്നെ കുറച്ചുകൂടി ഒരു 3 മുടി ബോംബെയിൽ നിന്ന് കിട്ടിയാൽ ഞാനാണ്. അപ്പൊ മൂപ്പരെക്കാളും വലിയൊരു മഹാൻ ഞാനല്ലേ? അപ്പൊ 2 മഹാന്മാരെ കേരളത്തിലുള്ള ആരൊക്കെ? ഒന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഒന്ന് മുഹമ്മദ് രാമന്തലി. ഞങ്ങൾക്ക് 2 മുടി കിട്ടി അവിടുന്ന്. ബോംബെയിലെ ജാലിയവാലയില് 3 മുടി കിട്ടി. ഞാൻ പറഞ്ഞതുപോലെ ക്യൂ നിൽക്കണ്ട, വെള്ളത്തിൽ നിറയെ ഞാൻ തരാം. SSFകാരാ, ഇത് തമാശക്കല്ല. നിങ്ങൾ വരൂ എന്റെ അടുത്തേക്ക്, സംഘടനയുടെ കത്തുമായി വരൂ. നമുക്ക് നിരീക്ഷണം നടത്താം, പരീക്ഷണം നടത്താം. ഇതിന്റെ മേലെ എല്ലാ പരീക്ഷണം നടത്തി നോക്കാം. എന്റെ കയ്യിലുണ്ടല്ലോ മുടി. കത്തിക്കാൻ പറയും. ആ ഞാനും കാന്തപുരം തമ്മിൽ ഒരു അലയൻസാണ്. ഞങ്ങൾ 2 ആളും കത്തിക്കില്ല. അതിന്റെ കാരണം അത് കത്തിയാൽ കാന്തപുരത്തിന്റെ കച്ചവടം മുട്ടി, എന്റെ തെളിവും ഇല്ലാതാവും. എനിക്ക് പിന്നെ തെളിയിക്കാൻ കഴിയില്ല. അത് കേട്ട് ചിലപ്പോ SSFകാർ എന്ന ധൈര്യത്തിനുണ്ടോ കത്തിക്കാൻ വരുമോ നിൽക്കും. വരി 3 എണ്ണില്ലേ, 1 ഞാൻ കത്തിക്കും. 3 എണ്ണില്ലേ, 2 എണ്ണം അവിടെ വെക്കുള്ളൂ, 1 കത്തിക്കും. അത് നല്ല ക്യാമറ ഒക്കെ വെച്ചിട്ടേ കത്തിക്കുള്ളൂ, ഏറ്റവും നല്ല ക്യാമറ വെച്ചിട്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, SSFകാരായി എന്തെങ്കിലും പറഞ്ഞു പോണ്ട. അപ്പൊക്കെ പറയുമ്പോ പറയും, ഞങ്ങൾ ഉസ്താദിനോട് കളിച്ച കുരുത്തക്കേട് കിട്ടും, എന്നാ പിന്നെ എന്നോട് കളിച്ചാലും കുരുത്തക്കേട് കിട്ടില്ലേ? ഞങ്ങൾ 2 ആൾ മഹാന്മാരല്ലേ? എന്നെ കുറിച്ച് ഇവിടെ എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നും കാന്തപുരത്തോട് പറയുന്നതിനേക്കാളേറെ നിങ്ങൾ സൂക്ഷിക്കേണ്ട, നിങ്ങൾ സൂക്ഷിക്കാൻ കാരണമാവില്ലേ? 3 മുടിയില്ലേ ബോംബെയിൽ നിന്ന്? നിങ്ങൾ രാജാവൻ 2 എണ്ണല്ലോ. ആരായി കൊടുത്തത്? മുറബിയായ ശേഖാണത്ര കൊടുത്തത് ബോംബെയിലെ ജാലിയവാല. ആരായി ജാലിയവാല? ബോംബെയിലെ ചോർ ബസാറിന്റെ 3 ബിൽഡിങ്ങുകൾ ഇപ്പുറത്ത് 3-ാം നിലയിൽ ഇരുന്നിട്ട് 2.5 മീറ്റർ മുടിയും സൂക്ഷിച്ചിരിക്കുന്ന ആളാണ് ജാലിയവാല. എന്താ ചോർ ബസാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോ ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചോർ ബസാർ എന്ന് പറഞ്ഞാൽ എല്ലാ കട്ടുകൊണ്ടുവന്ന സാധനങ്ങളും വിൽപ്പന നടത്തുന്ന മാർക്കറ്റാണ്. അവിടെ പോയി എല്ലാം കിട്ടും. അങ്ങനെ തന്നെയാണ് ചോർ ബസാറിന്റെ പ്രത്യേകത. അതാണ്. ആ ചോർ ബസാറിനെ കുറിച്ചൊരു കഥ പറയാറുണ്ട്. ചോർ ബസാറിന്റെ മുന്നിൽ ഒരാൾ ഒരു ഇന്നോവയായിട്ട് വന്നിട്ട് അവിടെ കടയിൽ നിർത്തിയിട്ട് പറഞ്ഞിത്രേ, അവിടെയുള്ള കടകളിൽ ഈ പാർട്സ് ഒക്കെ, വണ്ടിന്റെ പാർട്സ് ഒക്കെ വെക്കുന്ന കടന്റെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞിത്ര, എന്റെ പുതിയ ഇന്നോവയാണ്, ഇതിന്റെ വീൽ കപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിന് പകരം ഒരു പുതിയ വീൽ കപ്പ് തരാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ തരാം, പെട്ടെന്ന് തരാം. അല്ല, ഒറിജിനൽ ഇതിന്റെ തന്നെ വേണം, പുതിയത് വേണം. ഓക്കെ, എന്നാൽ 1/2 മണിക്കൂർ സമയം എടുക്കണം. നിങ്ങൾക്ക് എവിടെ വേണ്ട പോയി വന്നോളൂ, വണ്ടി ഇവിടെ വെച്ച് നിങ്ങൾ കറക്റ്റ് ആണോ നോക്കി ഫിറ്റ് ചെയ്തോളൂ. എന്നാ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഇവര് പോയി വന്നു. തിരിച്ചു വന്നപ്പോ പൈസ കൂടുന്നൊക്കെ പറഞ്ഞു. വന്നു നോക്കുമ്പോ നല്ല മുഞ്ചുള്ള സെയിം സാധനം. ചോർ ബസാറിലെ എവിടുന്നും കട്ടുകൊണ്ടിരുമല്ലോ. അപ്പൊ ഇയാൾ സന്തോഷമായി ഇഷ്ടം പോലെ പൈസയും കൊടുത്ത് ഇയാൾ പോയി. വല്ലപ്പുറത്തെ പറയുന്നത്. അങ്ങനെ വഴിയിലെത്തിയപ്പോ വണ്ടിക്കെന്തോ പഞ്ചറോ കാറ്റ് കുറവെന്നങ്ങനെ തോന്നിയപ്പോ ഇറങ്ങിയിട്ട് ഇവര് വണ്ടിയുടെ 4 ടയറും ചെക്ക് ചെയ്യാൻ പോകുമ്പോ ഒരു സൈഡില് വീൽ കപ്പില്ല. അപ്പൊ അപ്പുറത്തും ദൂരിട്ട് ഇപ്പുറത്തോട്ട്. ചോർ ബസാറല്ലേ, കക്കാൻ ദൂരെയൊന്നും പോയില്ല, അവിടെ തന്നെ കട്ടിപ്പുറത്തേക്ക് ഇട്ടു. ഇതാ ചോർ ബസാർ. ഈ 3 ബിൽഡിംഗ് ഇപ്പുറത്തും 3-ാം നിലയിലാണ് ജാലിയവാലുള്ളത്. അയാളെടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും മൂപ്പരെന്താ പറയാ, ആയിഷ ബീബിന്റെ പുതപ്പുണ്ടെന്ന് ചോറടി എന്ന് പറഞ്ഞ് കാണിച്ചത്. എന്റെ അനുഭവമാണ്, ഇത് തമാശയല്ല, ഭംഗിവാക്കല്ല. മറ്റൊരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഫാത്തിമ ബീവിയുടെ പുതപ്പോ ഇതേ സാധനം തന്നെ ആയിഷ ബീവിന്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നെ ഫാത്തിമ ബീവിന്റെ. ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ചു, പഠിച്ചോനെ ഇനി മറ്റു ഭാര്യമാരും മക്കളെന്നും പേര് പറയണ്ട, ഏത് ചോദിച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് മാറ്റി കാണിച്ചു. പണ്ടൊരാളൊരു കഥ പറയാറുണ്ട്. ഒരാള് റോഡ് സൈഡിൽ കിടന്നുറങ്ങാൻ ഒരു ടൗണിൽ അയാളുടെ പറഞ്ഞു, എന്റെ ഷർട്ട് കാണുന്നില്ല.
എന്റെ മുണ്ട് കാണുന്നില്ല, എന്റെ തലപ്പാവ് കാണുന്നില്ല, എന്റെ പുതപ്പ് കാണുന്നില്ല, എന്റെ തലേണ കാണുന്നില്ല. 5 സാധനങ്ങൾ കാണുന്നില്ല. അപ്പൊ നാട്ടുകാരൊക്കെ ചാടി ഒരു പാവ മനുഷ്യനല്ലേ തെരഞ്ഞു നടന്നപ്പോ ഒരു പുതപ്പൊട്ടി. 5 എണ്ണത്തിൽ 1 കിട്ടി. ഇതെടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു 1 കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യം ഞങ്ങൾ തെരഞ്ഞുതരാം, നിങ്ങൾ ബേജാറായാലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ തരാൻ മുമ്പ് അയാൾ പറഞ്ഞു നിങ്ങൾ പോലെ വരി, എനിക്കൊന്ന് പറയാനുണ്ട്. ആ 5 എണ്ണം തന്നെ ഇത്, ആ 5 എണ്ണം തന്നെ ഇത്. കാരണം ഈ പറയപ്പെട്ട എല്ലാ സാധനമായിട്ടും മൂപ്പര് ഉപയോഗിക്കുന്ന ഇതാണ്. ഇതിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത്? എരപ്പന്റെ വിരിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ജാലിയൻവാലിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചോദിച്ചാലും ഇതെന്നെ മാറ്റി മാറ്റി ഇതെടുത്തിട്ട് അത് ഇവിടെ എന്ന് ഇങ്ങനെ മുമ്പിൽ കാണിക്കും. എനിക്ക് അവസാന ഒരു സമയത്ത് ഒരു 1.5-2 കൊല്ലം അവിടെ പോയതിനു ശേഷമാണെന്ന് തോന്നുന്നു, ഒരു സമയത്ത് ഒരു 40-45 ദിവസമൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. ഒരിക്കൽ പോയപ്പോ ഞാൻ ചോദിച്ചു ഈ പ്രാവശ്യം ഏതോ നല്ല എന്തെങ്കിലും ഒന്ന് പുതിയത് കാണാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് വളരെ ഭവ്യതയോടെ റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അടച്ചിട്ട മുറിയിൽ ആർക്കും കാണിച്ചു കൊടുക്കാത്തൊരു ചെറിയൊരു ഭാഗം കൊണ്ട് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു പേപ്പർ മാറ്റി അങ്ങനെ മാറ്റിയിട്ട് അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഔസേപ്പാക്കിന്റെ ഫോട്ടോ ആണ്. ഔസേപ്പാക്ക് പറഞ്ഞാൽ ഔസ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ഫോട്ടോ ആണ്, കളർ ഫോട്ടോ. അങ്ങനെ കുറെ ചിന്തിച്ചു. ഈ മനുഷ്യനാണ് ഇവിടെ മുടി കൊടുത്തത്. ഈ മനുഷ്യന്റെ റൂമിൽ സൂക്ഷിക്കുന്നത് ഹബീബിന്റെ തിരുമുടിയാണെന്ന് അവകാശപ്പെടുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ആ തിരുമുടിയാണെങ്കിൽ അയാള് ആ റൂമിനുള്ളിലേക്ക് കടക്കുമ്പോ ചെരുപ്പിട്ട് കിടക്കാറുണ്ട്, പുകവലിച്ച് കിടക്കാറുണ്ട്, കാല് കയറ്റി വെക്കാറുണ്ട്, വസ്ത്രം തല പോലും വളരാത്ത സ്ത്രീകളെ അതിനകത്തിരുത്തിയിട്ട് മന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ തലയിൽ കൈവെക്കാറുണ്ട്. എന്ത് മന്ത്രിക്കാനറിഞ്ഞിട്ട്? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അയാൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ മുടിയാണ് ഇവരുടെ കാണിക്കുന്നത്. എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരാരാ? രാഷ്ട്രീയപരമായി മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ഇറങ്ങിയവർ, ആത്മീയത തകർക്കാൻ ഇറങ്ങിയവർ, സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയവർ, ഇങ്ങനെയെല്ലാം ചെയ്തവർ. സമസ്തയെക്കുറിച്ച് ഇവരെന്താ പറഞ്ഞത്? മുമ്പ് സമസ്തയുടെ നേതാക്കൾക്കെതിരെ ഇവരെന്താ ചെയ്തത്? കേസ് കൊടുത്തു. ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുത്തു, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തു. അവസാനം പ്രിയപ്പെട്ട നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നാം ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന പാണക്കാട്ട് പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിലെ ഇരിക്കൂറിലെ AP വിഭാഗത്തിന്റെ പ്രവർത്തകർ കാന്തപുരത്തിന്റെയും ചിത്താരി ഹനീഫ മുസ്ലിയാരുടെയും നിർദ്ദേശപ്രകാരം ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഇത് ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ നിന്ന് ഉത്തരവാദിത്വ ബോധത്തോടെയാ പറയുന്നത്. കേസ് കൊടുത്തു എന്ന് മാത്രമല്ല, പാണക്കാട് തറവാടിന്റെ മുറ്റത്തേക്ക് ഇന്ന് വരെ ഒരു പോലീസുകാരൻ സമൻസുമായി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷേ ഇവർ കൊടുത്തയച്ച സമൻസ് കോടതിയായി മാറാറുള്ള പാണക്കാട് തറവാടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു ഹൈദരലി തങ്ങളെ ഏൽപ്പിക്കാം. ഇവരേത് സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത്? ഇവർ പ്രതിനിധീകരിക്കുന്ന സമുദായം നമ്മൾ ഈ പത്രത്തിൽ കണ്ടു. BJPയുടെ വിജയത്തിന് നമ്മളത് കണ്ടു, അനുഭവിച്ചു, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. പാണക്കാട് തങ്ങൾക്കെതിരെ കേസ് കൊടുത്ത ഇവർ, ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ചരിത്രത്തിലെ ഒരു ഏടുണ്ട്, ഇതൊന്ന് പരിശോധിച്ചോളൂ, ഇതൊന്ന് കേട്ടോളൂ. നിനക്ക് നിന്റെ മനസ്സകത്ത് നെഞ്ചകത്തിൽ ഹബീബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോമോനെ. ആ സംഘടന വേണ്ട, ആ സംഘടന വേണ്ട, ഈമാനുള്ളവന് വേണ്ട. ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുത്ത, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത, ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്ത സംഘടന മുഅ്മിനിന് വേണ്ട. ഹൈദരലി തങ്ങളുടെ കുടുംബത്തിൽ അവിടുത്തെ പ്രപിതാക്കളിൽ ഒരു മഹാനുണ്ടായിരുന്നു, സയ്യിദ് ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ മുൻകാലത്ത് ജീവിച്ച മഹാനായിരുന്നു. ആ മഹാനായ സയ്യിദ് അവർകൾ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവകരമായ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പോരടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാപ്പിളമക്കൾ സമരരംഗത്ത് ശക്തമായി മുന്നേറുമ്പോ അവർക്കെതിരെ ബ്രിട്ടീഷുകാർ എഴുതിവിട്ട തോക്കും അവരുടെ പീരങ്കികളിൽ നിന്ന് വരുന്ന തീരുപ്പുന്ന ആ ഉണ്ടകൾ ഓരോന്നും ശരീരത്തിൽ തറച്ചിട്ട് പോലും ആ മനുഷ്യനൊരു അപകടവും സംഭവിക്കുന്നില്ല. കൂടെയുള്ളവരൊക്കെ മരണപ്പെട്ടുപോയി. അങ്ങനെ ഒരു പോരാളി അങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അയാളെ അവസാനം എല്ലാവരും ഷഹീദായതിനു ശേഷം ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാർ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ രക്ഷാകവചം ഒരുക്കി തന്ന പ്രതിരോധ കവചം ഒരുക്കി തന്നത് ആരാണ്, പറയണം. അപ്പോൾ അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, പാണക്കാട് ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്ന എന്റെ മഹാനായ നേതാവ് എനിക്ക് തന്ന ഏലശിതാന്റെ കഴുത്തിൽ
ഇതുള്ള കാലത്തോളം നിങ്ങൾക്ക് എന്നെ കൊല്ലാനോ തകർക്കാനോ കഴിയില്ല. നേരെ ബ്രിട്ടീഷ് പോലീസും ബ്രിട്ടീഷ് പട്ടാളവും പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് പോയി. ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എഴുതി തരണം, നിങ്ങൾ കൊടുത്തതല്ല എന്ന്, നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ ഭയമുണ്ട്, അതിന് ഞങ്ങൾ തയ്യാറാവില്ല, നിങ്ങൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു, ഇല്ല, ഞാൻ തയ്യാറല്ല. എന്റെ സഹോദരന്മാർ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുമ്പോ ഞാൻ എഴുതുകയോ? ഇല്ല, ഞാൻ എഴുതി കൊടുത്തതാണ് അഭിമാനത്തോടെ ഞാൻ പറയും. ഇനിയും ബ്രിട്ടനെതിരെ പോരടിക്കുന്ന ഏത് ചെറുപ്പക്കാരനും ആത്മവീര്യം നൽകാൻ ഞാൻ തയ്യാറാണെന്ന് തങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോ അവസാനം ഈ പോലീസുകാരിൽ ഒരു മുസ്ലിം പോലീസുകാരന്റെ ഉള്ളിലൂടെയുള്ള കളികൾ കാരണമായി തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് തമിഴ്നാടിലേക്ക് നാട് കടത്തി. തങ്ങളവர்கள் വഫാത്തായിട്ട് അവിടെയാണ് നമുക്ക് പറയുള്ളത്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ, നമുക്ക് തുണയാവട്ടെ. ഈ തങ്ങളെ കേസിൽ കൊടുക്കാൻ കാരണക്കാരനായ ഈ ബ്രിട്ടീഷ് പോലീസുകാരൻ മുസ്ലിമായ ഇന്ത്യക്കാരനായ പോലീസുകാരൻ തങ്ങളെ നാട് കടത്തിയ ഉടനെ തന്നെ രോഗിയായി മാറി. ആരും അടുക്കാത്ത അറക്കുന്ന വെറുപ്പുള്ള വാസന വരുന്ന രോഗം വന്നു. ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്നു. എന്നിട്ട് ശരീരത്തിൽ പുഴു കയറാൻ തുടങ്ങി. ശരീരം മുഴുവനും പുഴു തിന്നു തീർത്തു. എന്നിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഒരു ആടിനെ മുഴുവനായി മറുത്തിട്ട് ഇയാളെ ശരീരത്തിലേക്ക് വെച്ച നിമിഷാത്രങ്ങളെ കൊണ്ട് ആ ശരീരത്തിലെ മുഴുവൻ ആ ആട് മുഴുവനും തിന്നു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ പുഴുക്കൾ അരിച്ചുകൊണ്ടിരുന്നു. ആ നിലയിൽ അയാൾ മരണപ്പെട്ടു. ദുസ്സഹുനമായ മരണം. ഇത് പാണക്കാട് തറവാടിന് മുന്നിലേക്ക് പോലീസിനെയും കൂട്ടിപ്പോയ ഒരു ഇസ്ലാം വിരുദ്ധ മുസ്ലിം വിരുദ്ധ രാജ്യവിരുദ്ധനായി പ്രവർത്തിച്ച ഒരു പോലീസുകാരൻ അനുഭവിച്ച ദുരന്തം. ആരാ മഹത്വമുള്ള മഹാനാണെന്ന് മുൻകാലത്തെ തന്നെ കണ്ടറിഞ്ഞതുകൊണ്ടാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പിതാവ് ഈ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ആറ്റക്കോയത്തങ്ങളിലേക്ക് പേര് ചേർക്കുന്ന ആറ്റപ്പൂ എന്ന പേര് വിളിച്ചത് പോലും ആ ബന്ധത്തിന്റെ പേരിലാണ്. ആ ആറ്റപ്പൂവിനോടാണ് ഇപ്പോൾ നിങ്ങൾ കളിച്ചിരിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത്, ശംസുല്ലമക്കെതിരെ കേസ് കൊടുത്ത്, മുഖം കണ്ടവർ പാണക്കാട് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തപ്പോ നിങ്ങൾ മുഖമല്ല കെടാൻ പോകുന്നത്, മുഖം തന്നെ ഇല്ലാതാവാൻ പോവുകയാണ്. ആ വിധത്തിലേക്ക് നിങ്ങൾ നശിച്ചു. നാം ആവശ്യമായിരുന്നു. അല്ലാഹു നിങ്ങളെ ശർറിൽ നിന്ന് ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട എസ്എസ്എഫുകാരാ, ഇതൊരു സംഘടനാ പ്രശ്നം അല്ല. ഇത് സംഘടനാപരമായ പ്രശ്നമല്ല. ഇവിടെ പലതും നിങ്ങൾ നേതാക്കൾ പറയും, ഒന്ന് പറയും അതിന്റെ എതിര് നേരെ മറ്റൊന്ന് പറയുന്ന നേതാക്കൾ. ഈ നിലയിൽ പറയുന്ന ആളുകളാണ് നിങ്ങൾ. ഇതൊക്കെ കേട്ടു നിന്നിട്ട് നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലെത്തുമ്പോ നമുക്ക് ഹബീബിനോട് പറയാൻ കഴിയൂല. ഹബീബിന്റെ കൈപിടിക്കാൻ നമുക്ക് കഴിയില്ല. ഹബീബിന്റെ അടുത്ത് പോകുമ്പോ ഹബീബ് ചോദിക്കും, രാമന്തലിയിലെ മുഹമ്മദേ, ബോംബെയിലേക്ക് നീ പോയിട്ടില്ലേ? ജാലിയാവാലിയുടെ കയ്യിൽ എന്നെ പരിഹസിക്കും വിധം 2.5 മീറ്റർ മുടി കണ്ടിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് നീ സത്യം വിളിച്ചു പറഞ്ഞില്ല എന്ന് എന്നോട് ചോദിക്കും. ഞാൻ ഭയപ്പെടുന്നു എന്റെ ഹബീബിന്റെ അത്തരമൊരു ചോദ്യത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് പറയുമ്പോ എനിക്കുറപ്പാണ്, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർക്ക് എന്നെ കണ്ടാൽ ചെറുപക്ഷെ എന്റെ മുഖത്തേക്ക് തുപ്പിയേക്കാം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മുന്നിൽ ഞാൻ പോയി നിന്നാൽ ഒരുപക്ഷെ എന്നെ ആട്ടി ഓടിച്ചേക്കാം. ഇത്താരി ഹംസ മുസ്ലിയാരുടെ മുന്നിലേക്ക് പോകുമ്പോ മുഖം കറുപ്പിച്ചെന്നെ നോക്കാതെ പിന്തിരിഞ്ഞ് പോയേക്കാം. പേരോടിന്റെ മുന്നിലെത്തിക്കുമ്പോഴേക്ക് അയാൾ ഒരുപക്ഷെ മുഖം തിരിച്ചേക്കാം. എനിക്കറിയാം അതൊക്കെ സംഭവിക്കും. പക്ഷേ സന്തോഷം എനിക്ക് ഈ കറുത്ത മുഖങ്ങൾക്ക് പകരം എന്റെ തിരുഹബീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വെറുതാൽ, നിങ്ങൾ മുഖം കറുപ്പിച്ചാൽ എന്റെ ഹബീബിനോട് പുഞ്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹബീബേ, ഈ കൈകൾ പിടിക്കണം ഹബീബേ. അവിടുന്ന് ഈ കരം പിടിച്ചില്ലെങ്കിൽ പിന്നെ ഈ കരം പിടിക്കാൻ ആരുമില്ല ഹബീബേ. അവിടുന്ന് കരം പിടിച്ചാൽ പിന്നെ തട്ടിമാറ്റാൻ കഴിവുള്ളവർ ആരുമില്ല ഹബീബേ. അതുകൊണ്ട് ആ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും സംസാരിക്കുന്നത് അതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ള സമുദായത്തോട്, ഹബീബിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന ഈ വിവാദത്തിനെതിരെ നാം സമരരംഗത്താണ്. അതോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം സ്വലാത്ത് വർദ്ധിപ്പിക്കുക.
ഇവിടുന്ന് അങ്ങോട്ട് നാം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിമിഷങ്ങളിൽ ഓരോന്നിലും സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ഹബീബിനെതിരെയുള്ള ശക്തികളെ പരാജയപ്പെടുത്താൻ നമ്മുടെ നാവുകൾക്ക് കഴിയും, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയും. അല്ലാഹു നമ്മെ ആ വിധത്തിൽ സഹായിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ധാരാളം ആളുകൾ വിവിധങ്ങളായ സംഭാവനകളും സഹകരണങ്ങളും നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു അഹ്ലുൽ ബൈത്തിനരിമുല്ല മുല്ലക്കോയ റളിയല്ലാഹ് ഹളറൽ മൗത്തിൻ മണമുള്ള ശംസുൽ ഉലമാ വലിയുള്ള അഹ്ലുൽ ബൈത്തിനരിമുല്ല മുല്ലക്കോയ